السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. ബഹുമാന്യനായ അധ്യക്ഷൻ റിസാലുദ്ദീൻ എം ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഡോക്ടർ സഅദുള്ള അൽ മുഹമ്മദി, ഈ പരിപാടിക്ക് ആശംസ നിർവഹിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള യൂത്ത് ഇന്ത്യ വൈസ് പ്രസിഡന്റ് യൂനുസ് സലീം, റയാൻ സ്റ്റഡി സെൻറ്റർ പ്രിൻസിപ്പൽ അബ്ദുൽ ലത്തീഫ് ചാലിയം, നമുക്ക് വേണ്ടി പ്രഭാഷണങ്ങൾ നിർവഹിക്കുന്ന സയ്യിദ് മുഹമ്മദ് ഹംറാസ്, വസീം അൽ ഹക്കമി, മറ്റു സഹോദരി സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് വരുന്ന മെയ് 11-ാം തീയതി മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ വെച്ച് വിദ്യാർത്ഥികൾക്കായി ഒരു മഹാസംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. ധർമ്മസമരത്തിൻ്റെ വിദ്യാർത്ഥി കാലം എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥികൾ ഏത് വഴിയിലാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ, മാതാപിതാക്കളെ കൊല്ലുന്നതിൽ, സുഹൃത്തിനെ കൊല്ലുന്നതിൽ യാതൊരു മടിയും കാണിക്കാത്ത തരത്തിലേക്ക് അവരുടെ ബോധമണ്ഡലങ്ങളെ ലഹരിയും മറ്റു മദ്യവും കഞ്ചാവും പോലുള്ള ഒരുപാട് ലഹരി ഉപയോഗങ്ങൾ കൊണ്ട് അവരുടെ ജീവിതം താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് അവർക്ക് എന്തിനും മൈ ലൈഫ് മൈ റൂൾസ് എന്ന തരത്തിൽ എന്തിനും സ്വാതന്ത്ര്യം ലഭിക്കുന്ന തരത്തിലുള്ള യുക്തിവാദ ചിന്തകളും മറ്റു ചിന്തകളും അവരുടെ മനസ്സിലേക്ക് ഇൻജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ ധാർമ്മികതയുടെ വഴിയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇത്തരമൊരു സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ആ ഒരു സമ്മേളനത്തിൻ്റെ പ്രചാരണാർത്ഥമാണ് നമ്മൾ ഇങ്ങനെ ഒരു ധർമ്മസമര സംഗമം സംഘടിപ്പിക്കുന്നത്. പ്രസ്തുത പരിപാടിയിലേക്ക് മുഴുവൻ സുഹൃത്തുക്കളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് റിസാലുദ്ദീൻ എമ്മിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ജസാക്കുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ധാർമ്മിക ബോധവും ഇസ്ലാമിക ബോധവുമുള്ള ഒരു യുവ തലമുറയെ വളർത്തിയെടുക്കുന്നതിൽ അൽമന്നായ് സെന്റർ, അതിനു കീഴിലുള്ള റയ്യാൻ മദ്രസ, നമ്മുടെ മറ്റ് ഏരിയകളിലുള്ള ഹിദ് മദ്രസ, ഈസാ ടൗൺ മദ്രസ തുടങ്ങിയ സ്ഥാപനങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. ഇത്തരം സ്ഥാപനങ്ങൾ സൂചിപ്പിച്ച ഒരു തലമുറയെ വളർത്തിയെടുക്കുന്നതിൽ വളരെ നിസ്തൂലമായ പങ്കാണ് വഹിക്കുന്നത്. ഈമാനികമായ ബോധം വളർത്താനും പ്രായോഗിക തലത്തിൽ ഇബാദത്ത് പരിശീലിപ്പിക്കുവാനും യുവാക്കൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് പോസിറ്റീവായിട്ടുള്ള റോളുകൾ നൽകുവാനും കുടുംബത്തിൽ ഇസ്ലാമിക പരമായ അന്തരീക്ഷം വളർത്തിയെടുക്കുന്നതിനും ഇസ്ലാമിക വിദ്യാഭ്യാസത്തെ ആധുനിക വിദ്യാഭ്യാസവുമായി സമന്വയിപ്പിച്ചുകൊണ്ട് യുവതലമുറയെ നയിക്കുവാനും സംസ്കാരങ്ങൾ തമ്മിലുള്ള താരതമ്യമായ പഠനങ്ങളും ബോധവൽക്കരണങ്ങളും നടത്തുവാനും ഒക്കെ വളരെ ശ്രദ്ധേയമായ ചുവടുവയ്പ്പുകളാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 25 വർഷത്തോളം ആയി ബഹ്റൈൻ പ്രവാസ ജീവിതത്തിൽ തലമുറകളെ വളർത്തിയെടുക്കുവാൻ അൽഹംദുലില്ലാഹ് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി എന്നോണം പ്രവാസത്തിലിരിക്കുന്ന മാതാപിതാക്കളുടെ നാട്ടിൽ പഠിക്കുന്ന മക്കൾക്ക് സ്വാഗത പ്രഭാഷകൻ സൂചിപ്പിച്ചതുപോലെ അവർക്ക് കൃത്യമായ ദിശാബോധം നൽകുന്നതിൻ്റെ ഭാഗമായി ഈ ഒരു കാലഘട്ടത്തിനെ പറ്റി നമുക്ക് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് വ്യതിചലിച്ചു പോകുന്ന യുവസമൂഹം നിത്യ വാർത്താ മാധ്യമങ്ങളിൽ നിങ്ങൾ വായിക്കുന്നതാണ്, കേൾക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങൾക്ക് കൃത്യമായ ദിശാബോധം നൽകുന്നതിൻ്റെ ഭാഗമായി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ വളരെ കൃത്യമായ ചുവടുവെപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ്
വിവിധ GCC നാടുകളിൽ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മുഴുവൻ മാതാപിതാക്കളും അവർക്ക് നാട്ടിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായും പെരിന്തൽമണ്ണയിൽ നടക്കാനിരിക്കുന്ന പരിപാടികളിലേക്ക് എത്തിക്കണമെന്ന് അപേക്ഷിക്കുക കൂടി ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സെഷൻ ഉദ്ഘാടനം അൽഹംദുലില്ലാഹ് ഡോക്ടർ സഅദുള്ള നടത്തി കഴിഞ്ഞു. സെഷൻ 1 നമ്മുടെ സയ്യിദ് മുഹമ്മദ് ഹംറാസ് ആണ്. വിഷയം യുവത്വ സഞ്ചാരപഥത്തിലെ മുൾവേലികൾ. രണ്ടാമത്തെ വിഷയം വസീം അൽ ഹിക്മി, ധർമ്മസമരം വിദ്യാർത്ഥികളിലൂടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ആശംസകൾ നൽകാൻ 2 പേർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഒന്ന് യൂത്ത് ഇന്ത്യ വൈസ് പ്രസിഡന്റ് യൂനുസ് സലീം അവർകളാണ്. 2 നമ്മുടെ റിയാൻ സെന്റർ പ്രിൻസിപ്പാൾ അബ്ദുൽ ലത്തീഫ് ചാലിയം. ഇൻഷാ അല്ലാഹ് ആശംസ നേരാൻ വേണ്ടി ബ്രദർ യൂനുസ് സലീം അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. വജസാഖുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. ബഹുമാനം നിറഞ്ഞ യോഗത്തിൻ്റെ അധ്യക്ഷൻ ആദരണീയനായ റിസാലുദ്ദീൻ MM, അതുപോലെ തന്നെ ഇവിടെ വിഷയം അവതരിപ്പിക്കുന്ന സയ്യിദ് മുഹമ്മദ് ഹംറാസ്, മുഹമ്മദ് അബ്ദുൽ ലത്തീഫ് ചാലിയം, വസീം അൽ ഹിക്കമി, മറ്റ് സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വേദിയിലിരിക്കുന്നത്. സദസ്സിൽ ഒരുപാട് ഇരുന്നിട്ടുണ്ട്, വേദിയിലേക്ക് വരുന്നത്. വ്യത്യസ്തമായ പല ധാരകളിലൂടെ സഞ്ചരിക്കുന്ന 2 സംവിധാനങ്ങളാണെങ്കിലും എൻ്റെ വിദ്യാഭ്യാസ കാലമൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനങ്ങളോട് ചേർന്നും അവരുടെ സ്ഥാപനങ്ങളിലും ഒക്കെ ആയിരുന്നു. അതുകൊണ്ടൊരു നൊസ്റ്റാൾജിയ ഈ ഒരു സദസ്സിലിരിക്കുമ്പോൾ ഉണ്ട്. എൻ്റെ സ്നേഹം നിങ്ങളോട് അറിയിക്കുകയാണ്. പെരിന്തൽമണ്ണയിൽ നടക്കാനിരിക്കുന്ന വിദ്യാർത്ഥി സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അത് മനോഹരമായി വിജയിപ്പിക്കുമാറാകട്ടെ. ഞാനിവിടെ വന്നത് യഥാർത്ഥത്തിൽ ആശംസക്കപ്പുറം വിഷയങ്ങൾ കേൾക്കുക എന്നുള്ള അർത്ഥത്തിൽ കൂടിയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്നെ കൊണ്ട് സാധിക്കും വിധം ഇവിടെ ഇരുന്ന് പരിപാടികൾ കേട്ട് മനസ്സിലാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അതുപോലെ തന്നെ എന്നെ ഇവിടെ ക്ഷണിച്ച നിങ്ങളോടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നു ഈ വിദ്യാർത്ഥി സമ്മേളനത്തിൻ്റെ സ്ലോഗൻ ധർമ്മസമരത്തെ സംബന്ധിച്ചാണ്. തീർച്ചയായും നമ്മുടെ ജീവിതത്തെ ചലനാത്മകമാക്കുന്നത് സമരമാണ്. അല്ലെങ്കിൽ നമ്മളവിടെ കെട്ടിക്കിടന്ന് കേവലമായ ആചാരാനുഷ്ഠാനങ്ങളിൽ കെട്ടിക്കിടന്നു പോകും. നമ്മുടെ ജീവിതത്തെ സർഗാത്മകമാക്കുന്നത്, അതിനെ മനോഹരമാക്കുന്നത് ജുഹദാണ്, ജിഹാദാണ്, പോരാട്ടമാണ്. ആ അർത്ഥത്തിൽ പോരാട്ടത്തെ, സമരത്തെ മുഖ്യ പ്രമേയമായി കൊണ്ടുവന്നതിൽ ഉള്ള സ്നേഹം, സന്തോഷം ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. തീർച്ചയായും നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തലമുറയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക ദുരന്തങ്ങളുടെ കാലത്ത് ഏറ്റവും മനോഹരമായി ഇസ്ലാമിക ജീവിതത്തിൻ്റെ സൗന്ദര്യം നമ്മുടെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാൻ ഉത്തരവാദപ്പെട്ടവരാണ് നമ്മൾ. അത് കേവലമായ ഔപചാരികതക്കപ്പുറം ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ഭാഷയുണ്ട്. കുട്ടികളോടും ചെറുപ്പക്കാരോടും വരും തലമുറയോടും സംസാരിക്കേണ്ടുന്ന ഭാഷ. യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, എൻ്റെ കുഞ്ഞുമോനെ, എൻ്റെ പ്രിയപ്പെട്ട മകനെ എന്ന് വിളിച്ച് സ്നേഹത്തോടെ, അടുപ്പത്തോടെ, ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ഒരു ഭാഷയാണ് തലമുറകളോട് സംസാരിക്കുമ്പോൾ ഈ വിഷയത്തിൽ ഖുർആൻ സ്വീകരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഏറെ സ്നേഹത്തോടെ, ഏറെ കരുതലോടെ, ഏറെ സൂക്ഷ്മതയോടെ ഇടപെടേണ്ടുന്ന ഒരു മേഖലയാണ് നമ്മുടെ വിദ്യാർത്ഥി സമൂഹവുമായും യുവതലമുറയുമായും ബന്ധപ്പെട്ട സംഗതികൾ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അവർ ഇന്ന് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ, ലിബറലിസത്തിന്റെ, ആധുനിക നാഗരികതയുടെ എല്ലാവിധ ജീർണതകളും ഏറ്റവും ഭീകരമായ സ്വഭാവത്തിലേക്ക് വളർന്ന് പന്തലിച്ച് അത് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അടരുകളിലേക്കും, അടുക്കളകളിലേക്കും, ബെഡ്റൂമുകളിലേക്കും, കുടുംബത്തിന്റെ ഉൾത്തട്ടിലേക്കും ഈ ആധുനിക നാഗരികതയും ലിബറലിസവും
ആഴത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ സമയം ചെലവഴിക്കുന്ന എല്ലാ ജീവിത മേഖലകളിലും ലിബറലിസം അവരെ ആഴത്തിൽ ചൂഴ്ന്നു നിൽക്കുമ്പോൾ അവർക്കിതിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് കുതറി മാറി ദീനിന്റെ ഉജ്ജ്വലമായ തെളിച്ചമുള്ള വെളിച്ചമുള്ള മുഖം പ്രകടിപ്പിക്കാൻ അഭിമാനത്തോടുകൂടി മുസ്ലിമായി നിലകൊള്ളാൻ തീർച്ചയായും നമ്മൾ ആഴത്തിൽ കഠിനമായി പ്രവർത്തിക്കേണ്ടുന്ന ഒരു ഘട്ടമാണ്. അതേസമയം തന്നെ സമുദായത്തിനകത്ത് നമുക്കറിയാം വലിയ ഒരുപാട് പിന്തിരിപ്പൻ സംവിധാനങ്ങളുണ്ട്, അവരെ പുറകോട്ട് വലിക്കുന്ന അന്ധവിശ്വാസങ്ങളിൽ, അനാചാരങ്ങളിൽ, മാമൂലുകളിൽ ഒക്കെ കെട്ടിക്കുടുങ്ങി കിടക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ തലമുറയെ പുറകോട്ട് വലിക്കുന്നതിൽ, അതുപോലെ തന്നെ ഇസ്ലാമിക ജീവിതത്തിൽ നിരാശ ബാധിക്കുന്നതിൽ വലിയ സ്വാധീനമുള്ള സംവിധാനങ്ങളുണ്ട്. ഇതിനെയൊക്കെ ചെറുത്തു തോൽപ്പിക്കാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായും ഇസ്ലാമിക ജീവിതത്തിന്റെ സർഗപൂർണമായ, പോരാട്ടപൂർണമായ, അത് മനോഹരമാക്കുന്ന ആ വശം തീർച്ചയായും നമ്മുടെ കുട്ടികളുടെ മുന്നിലേക്ക് മനോഹരമായി അവതരിപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള അവസരങ്ങൾ നൽകേണ്ടതുണ്ട്. ജീവിതം തന്നെ ഒരർത്ഥത്തിൽ പോരാട്ടമാണ്. ശൈത്താനോടുള്ള, ചുറ്റുപാടുമുള്ള സകല പൈശാചിക പ്രവണതകളോടുമുള്ള, സംവിധാനങ്ങളോടുമുള്ള ആ അർത്ഥത്തിൽ നമ്മെ അള്ളാഹു സുബ്ഹാനഹു തആല ഏൽപ്പിച്ച ദൗത്യം ഏറ്റവും മനോഹരമായി നിർവഹിക്കാൻ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കല്ലാഹു ഖൈർ യാ ഷേഖ് യൂനുസ് സലീം. ലിബറലിസത്തിന്റെ നീരാളിപ്പിടുത്തം എന്ന ഒരു വാക്ക് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർ. നീരാളിന്റെ ഇംഗ്ലീഷ് എന്താണ്? കാരണം ചെറുപ്പക്കാർക്ക് ഇംഗ്ലീഷ് പറഞ്ഞാലേ മനസ്സിലാവും. ഒക്ടോപ്പസ്. അത് മലയാളത്തിലുള്ള ഒരു പ്രയോഗമാണത്. ആ ഒരു പിടുത്തം വീണ് കഴിഞ്ഞാൽ അതിൽ നിന്ന് വിടുതൽ വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം തത്വങ്ങൾ തൊട്ട്, അല്ലെങ്കിൽ ലിബറലിസം പോലുള്ള പിഴച്ച വാദങ്ങളിലേക്ക് നാം പോകാതെ അതിൻ്റെ വഴികൾ അടച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കുവാനും വിമലീകരിക്കുവാനും ഇൻഷാ അല്ലാഹ് നമുക്ക് ഏവർക്കും ആവട്ടെ. അടുത്തതായി അബ്ദുൽ ലത്തീഫ് ചാലിയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വളരെ മനോഹരമായ ഈ ഒരു സായാഹ്നത്തിൽ ധർമ്മ സമരത്തിൻ്റെ സംഗമം, ധർമ്മ സമര സംഗമം എന്ന തലക്കെട്ടിൽ പെരിന്തൽമണ്ണയിൽ നടക്കാനിരിക്കുന്ന 11-ാം തീയതി നടക്കാനിരിക്കുന്ന വിദ്യാർത്ഥി സമ്മേളനത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഗൾഫ് മേഖലകളിൽ നടക്കുന്ന സമ്മേളനത്തോടനുബന്ധിച്ച് ബഹ്റൈനിലും ഇത്തരത്തിലുള്ള ഒരു അവയർനെസ് സംഘടിപ്പിക്കാൻ കെൽപ്പ് കാണിച്ച അൽമന്നായി മലയാള വിഭാഗത്തിനെ ആദ്യമായി റിയാൻ സെൻറ്ററിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം നമ്മൾ ഇന്ന് തുറന്നു നോക്കുന്ന മാധ്യമങ്ങളിലെല്ലാം തന്നെ എങ്ങോട്ടാണ് നമ്മുടെ യുവ തലമുറ സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് വന്ന വാർത്ത, മാനസികമായി ശരിയല്ലാത്ത അല്ലെങ്കിൽ മാനസിക രോഗമുള്ള സ്വന്തം പെങ്ങളെ സഹോദരൻ മാനഭംഗപ്പെടുത്തി എന്ന വാർത്ത നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന, ഇന്ന് നടന്ന സംഭവം. അതേപോലെ തന്നെ സ്വന്തം സഹപാഠിയെ തമാശയ്ക്ക് വേണ്ടി കുത്തിക്കൊന്ന 6 പേർക്ക് ജാമ്യം കിട്ടിയില്ല. ഇന്നത്തെ വാർത്ത. ഇന്നലെയും മെനയാന്നുമായി നാം വായിച്ച വാർത്ത, ഒരു ഭർത്താവ് ഭാര്യയുമായി ചേർന്നുകൊണ്ട് 15 വയസ്സുകാരനായ ഒരു വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച് പണം കവർന്ന വാർത്ത. അതിന് തൊട്ട് മുമ്പുള്ള ദിവസം 15 വയസ്സുകാരിയെ 13ഉം 12ഉം വയസ്സുള്ള കുട്ടികൾ, ഇനി ഞാൻ അങ്ങോട്ട് പറയുന്നില്ല, ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന ഈ വാർത്ത. ഇതിനാരാണ് കാരണക്കാരൻ? നമ്മുടെ സംവിധാനമാണോ? നമ്മുടെ കുടുംബമാണോ?
നാമാണ്, വിദ്യാർത്ഥികളാണ്. ഈ വിദ്യാർത്ഥികളുടെ കയ്യിൽ മയക്കുമരുന്നും ലഹരിയും എങ്ങനെ എത്തിപ്പെടുന്നു? ആരെത്തിക്കുന്നു? ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട്? ഇതിൻ്റെ കുറ്റവാളികൾ ഗവൺമെന്റാണ്, അധ്യാപകരാണ്. ഞാൻ പറയുന്നു, ഇതിൻ്റെ കുറ്റവാളികൾ നാം എല്ലാവരുമാണ്. ഒരു അധ്യാപകൻ വിചാരിച്ചാൽ കുട്ടിയെ നന്നാക്കിയെടുക്കാൻ സാധിക്കില്ല. കാരണം അധ്യാപകന്റെ അടുത്ത് ആ കുട്ടി നിൽക്കുന്നത് വെറും 2-3 മണിക്കൂറുകൾ മാത്രമാണ്. ബാക്കിയുള്ള സമയങ്ങളിൽ മുഴുക്കെ ആ കുട്ടിയുള്ളത് വീട്ടിലാണ്. ആ വീട്ടിലെ രക്ഷിതാക്കൾ ആ കുട്ടിക്ക് വേണ്ട തർബീയത്ത് നൽകുന്നുണ്ടോ? ഇല്ല. മാതാവ് റീൽസ് എടുക്കാൻ വേണ്ടി പോകുന്നു, സഹോദരി ഡാൻസിന് പോകുന്നു. ഇപ്പോ ഇറങ്ങിയ കൊറിയൻ പാട്ടുണ്ടല്ലോ, എന്താണത്? അപ്പാപ്പൻ പാത്തിയെ, അമ്മാമൻ പാത്തിയെ എന്ന് പറഞ്ഞിട്ടുള്ള, അതിന് റീൽസ് അനുസരിച്ച് ചുവട് വെക്കാൻ പോകുന്നു. മദ്രസയിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള ധാർമ്മിക സ്ഥാപനങ്ങളിൽ നിന്നോ വിവരങ്ങൾ പഠിച്ചു വരുന്ന കുട്ടി വീട്ടിലെത്തിയിട്ട് കാണുന്നത് ഇതാണ്. ബാപ്പ ഗൾഫിലായിരിക്കും, മിക്കവാറും ആളുകൾ ഗൾഫിലാണ്. അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ആ കുട്ടിക്ക് ആ വീട്ടിൽ അതനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സമൂഹത്തിന്റെ അപച്യുതിക്ക് നമ്മളെല്ലാവരും കാരണക്കാർ. ഇതിൽ അധ്യാപകൻ ചെയ്യാനുള്ളത് കുട്ടിക്ക് തർബീയത്ത് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ രക്ഷിതാവിനാണ് ഏറ്റവും കൂടുതൽ ഇതിലെ ബാധ്യത. ഞാൻ നീട്ടുന്നില്ല. ഇതിന്റെ സംഘാടകർക്ക് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. റിയാൻ സെന്ററിന്റെ പേരിൽ ഈ പരിപാടി ഏറ്റവും നല്ല രീതിയിൽ സംഘടിപ്പിക്കാനും വിജയകരമാക്കാനും ഇതിന്റെ സന്ദേശം ആയിരങ്ങളിൽ എത്തിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈർ ഷെയ്ഖ് അബ്ദുൽ ലത്തീഫ് ചാലിയം. ലജ്ജ തോന്നുന്ന വാർത്തകൾ വായിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അധ്യാപകരെക്കാൾ ഉപരി കുട്ടികളിൽ ഇസ്ലാമിക ബോധം അച്ചടക്കം വളർത്തുന്നതിൽ മാതാപിതാക്കൾക്കുള്ള പങ്ക്, കുടുംബത്തിനുള്ള പങ്ക് ആണ് അബ്ദുൽ ലത്തീഫ് ചാലിയം ഇവിടെ ഊന്നി പറഞ്ഞിരിക്കുന്നത്. ജസാക്കല്ലാഹു ഖൈർ. അടുത്തതായി നമ്മുടെ 2 സെഷനുകളിൽ ഒന്ന് സയ്യിദ് മുഹമ്മദ് ഹംറാസ് ആണ് ഈ ഒരു വിഷയത്തിൽ നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. വിഷയം യുവത്വ സഞ്ചാരപഥത്തിലെ മുൾവേലികൾ. ഫദൽ. ഒരു പ്രകാശന ചടങ്ങുണ്ട് നമ്മുടെ ഈ ഒരു യാക്കൂബിസെ ജസ്റ്റ് ഇത് പിടിക്കാൻ വേണ്ടി കൊടുക്കാം, ക്ഷണിച്ചോളൂ.
السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا كريم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഏറെ ആദരണീയരായ സ്റ്റേജിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ധർമ്മ സമര പ്രഖ്യാപന സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, ഏറെ കാലിക പ്രസക്തവും അതേപോലെ തന്നെ പൊതുസമൂഹത്തോട് ധർമ്മസമര പ്രഖ്യാപനം നടത്തുന്ന മഹനീയമായ സദസ്സിലാണ് നമ്മൾ ഓരോരുത്തരും ഉപവിഷ്ടരായിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞൊരു ആയത്ത് നിരവധി തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ ഏറ്റവും ശ്രേഷ്ഠമായ റോൾ മോഡൽ അത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്. അപ്രകാരം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പിൻപറ്റാൻ ആവശ്യപ്പെട്ട മഹാനായ പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം ഒരു ഉമ്മത്താണ്, ഒരു സമുദായത്തിന് തുല്യമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ സൂചിപ്പിക്കുകയാണ്. ഇവരൊക്കെയാണ് നമ്മുടെ മുൻഗാമികൾ എന്നുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബിൻത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി ഒരിക്കൽ പറയുന്നുണ്ട്, ഫാത്തിമത്തു ഖിത്അതു കബ്ദി, ഫാത്തിമ എൻ്റെ കരളിന്റെ കഷ്ടമാണെന്ന് റസൂല് പറഞ്ഞ ആ ഫാത്തിമ ബീവി മര്യാദയിൽ, മോഡസ്റ്റിയിൽ, ലജ്ജയിൽ, അങ്ങനെ തുടങ്ങി ഒരു മനുഷ്യ പുത്രന് വേണ്ട ഏതൊക്കെ വിശിഷ്ടമായ സ്വഭാവങ്ങൾ, ഗുണങ്ങളുണ്ടോ അതൊക്കെ അവരിൽ ഒത്തുചേർന്നിരുന്നു എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ പ്രിയമകൾ സങ്കടം പറയുന്നുണ്ട്, ഉപ്പ കഷ്ടം, കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഉപ്പ എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു കൊടുത്ത മറുപടി, മകളെ, നീ ഇന്ന് ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ നിനക്ക് ഞാനൊരു വേലക്കാരിയെ നിയമിച്ചു തരുന്നതിനേക്കാളും നിനക്ക് ശ്രേഷ്ഠം ഈ ദിക്റുകൾ കൊണ്ട് നീ തൃപ്തിയടയലാണെന്ന് പറഞ്ഞപ്പോ സമിഅ്നാ വ അതഅ്നാ, ഉപ്പ ഞാൻ കേട്ടിരിക്കുന്നു, എനിക്കത് മതി ഉപ്പ എന്ന് പറഞ്ഞ് ഉപ്പയുടെ മുന്നിൽ അതപോടെ മര്യാദയോടെ കീയൊതുങ്ങിയ ഒരു മകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുയായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനൊരു മകനുണ്ടായിരുന്നു. ചരിത്രത്തിൽ 4 അബാദിലകളിൽ ഒരുവൻ എന്നറിയപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്സിൽ വെച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യം ഈന്തപ്പന മരത്തെക്കുറിച്ചായിരുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹ് അങ്ങനെ ഒരു മരത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും ഇന്നാലിന്ന വിശേഷണങ്ങൾ ഈ മരത്തിനുണ്ടെന്നും ആ മരം ഏതാണെന്ന് ചോദിച്ച സമയത്തിൽ ആ സദസ്സിലുള്ള ആർക്കും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അതിന്റെ ഉത്തരം പറഞ്ഞെടുത്തു. ഹിയ നഖ്ല, അത് നഖ്ലയാകുന്നു, ഈന്തപ്പന മരമാകുന്നു എന്നുള്ളതാണ്. ഈ സദസ്സ് പിരിച്ചുവിട്ടതിന് ശേഷം മകനായ ഇബ്നു ഉമർ ആ സദസ്സിലുണ്ടായിരുന്നു. തന്റെ ഉപ്പയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഉപ്പ അതിന്റെ ഉത്തരം എനിക്ക് അറിയാമായിരുന്നു ഉപ്പ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ഒരു ഉപ്പയുടെ വാത്സല്യം അപ്പോൾ പ്രകടമായി എന്നുള്ളതാ. എന്തുകൊണ്ട് മകനെ നീ പറഞ്ഞില്ല? നീ പറഞ്ഞിരുന്നുവെങ്കിൽ ഉപ്പ എന്ന നിലക്ക് ആ സദസ്സിൽ നിന്ന് എനിക്ക് അഭിമാനിക്കാമായിരുന്നു. പ്രവാചകരുള്ള സദസ്സാണ്, മഹാന്മാരായ സ്വഹാബികളുള്ള സദസ്സാണ്, ആ സദസ്സിൽ എനിക്ക് അഭിമാനിക്കാമായിരുന്നില്ലേ? നീ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോ മഹാനായ ഇബ്നു ഉമർ
റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന വല്ലാത്തൊരു മറുപടിയുണ്ട്. ഓരോ മക്കൾക്കും ഓരോ ഉപ്പമാർക്കും മാതൃകയാവേണ്ട, നെഞ്ചിലേറ്റേണ്ട ഒരു മറുപടിയാണ് ഉപ്പ. ഒരുപാട് മുതിർന്ന ആളുകൾ ഇരിക്കുന്ന സദസ്സാണ്, വലിയ വലിയ കാരണവന്മാരിരിക്കുന്ന സദസ്സാണ്, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്ന സദസ്സാണ്. ആ സദസ്സിൽ നിന്ന് ഞാൻ ഉത്തരം പറയുമ്പോൾ, മുതിർന്ന ആളുകളുള്ള സദസ്സിൽ, വലിയ ആളുകളുള്ള സദസ്സിൽ ഞാൻ സംസാരിക്കുമ്പോൾ, ഞാനൊരു ഉത്തരം പറയുമ്പോൾ അത് അദബ് കേടാവുമോ മര്യാദ കേടാവുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉത്തരം പറയാത്തതെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, മര്യാദയുടെ ആൾ രൂപമായ ഇബ്നു ഉമർ നമ്മുടെ മുൻഗാമിയായി കൊണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ചരിത്രം പ്രസിദ്ധമാണ്. ഉമ്മയോട് ഉപ്പയോട് പറയുന്നുണ്ട്, തന്റെ ഉപ്പയായ ആ നാട്ടിലെ ഗവർണറായിരുന്ന മന്ത്രിയായിരുന്ന ഉപ്പ ഉമ്മയോടും മകനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോടും മക്കയിലേക്ക് തിരിച്ചു മടങ്ങാൻ പറഞ്ഞ സന്ദർഭത്തിൽ, മദീനയിലേക്ക് തന്റെ നാട്ടിലേക്ക് തിരിച്ചു മടങ്ങാൻ പറഞ്ഞ സന്ദർഭത്തിൽ, ചെറിയ കുട്ടിയായിരുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഉമ്മയോട് പറയുന്നുണ്ട്, ഉമ്മ, ഞാൻ ചെറിയ മകനാണ്, പക്ഷേ ഞാൻ നിങ്ങളെ കൂടെ വരുന്നില്ല, ഇവിടെ ഇബ്നു ഉമർ ഉള്ള നാടാണ്, എനിക്ക് ദീൻ പഠിക്കണം ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അവരുടെ മാതാപിതാക്കളുടെ അടുത്തൊരു സ്റ്റാൻഡ് ഉണ്ട്. ഉമ്മ സന്തോഷം കൊണ്ട് ഉപ്പയെ അറിയിച്ചു എന്നാണ്. ഉപ്പാക്ക് അതിലേറെ സന്തോഷം. ആ ഉപ്പ തന്റെ ജ്യേഷ്ഠനായ രാജാവിനെ, ഖലീഫയെ വിവരം അറിയിച്ചപ്പോ ഖലീഫയുടെ വകയായിക്കൊണ്ട് പ്രത്യേക ഹദിയ തന്റെ അനിയന്റെ മകന് കൊടുത്തയച്ചു എന്നുള്ളതാണ് ചരിത്രം. അങ്ങനെ ഒരു ഉപ്പയും അങ്ങനെ ഒരു ഉമ്മയും അങ്ങനെ ഒരു മാതാപിതാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ഒരു മകൻ നമ്മുടെ മുൻഗാമിയായി കൊണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചരിത്രങ്ങൾ ഒരുപാട് കേട്ട് മര്യാദയുടെ അദബിന്റെ അടിസ്ഥാന പാഠങ്ങൾ പഠിപ്പിക്കപ്പെട്ട നമ്മുടെ ഉമ്മത്തിനെന്തേ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ ഗൗരവകരമായി ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ഒരുപാട് അറുപ്പുളവാക്കുന്ന കഥകൾ കേട്ട് കഴിഞ്ഞു. മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ നിന്ന് തന്നെ ഉമ്മയെന്നോ പെങ്ങളെന്നോ സഹോദരിയെന്നോ സഹോദരനെന്നോ വ്യത്യാസമില്ലാതെ ലൈംഗികതയിൽ അടിച്ചമർത്തപ്പെട്ട, ലൈംഗികതയിൽ തളച്ചിടപ്പെട്ട ഒരു സമൂഹമായി കൊണ്ട് മുസ്ലിം ഉമ്മത്ത് എങ്ങനെ മാറി? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും ഉത്തമമായ ഉമ്മത്താണ്, നിങ്ങൾ ഇസ്സത്തുള്ള ഉമ്മത്താണ്, ഏറ്റവും നല്ല ഉമ്മത്താണ് കേട്ടോ നിങ്ങളെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അള്ളാഹുവിന്റെ റസൂല് സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, സ്വഹാബ, ഞാൻ അവരെ കാണാൻ ഉദ്ദേശിക്കുന്നു, ഞാൻ അവരെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഹൗലുൽ കൗസറിൽ നിന്ന് ചില ആളുകളെ സുഹ്കൻ സുഹ്ക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അകറ്റുന്ന സമയത്ത് പ്രവാചകൻ സ്നേഹം കൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്, അള്ളാഹുവേ, അവരെന്റെ ഉമ്മത്താണല്ലോ റസൂലെ, അള്ളാഹുവേ എന്നുള്ളത്. റസൂലിന് നമ്മളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ്. റസൂല് നമുക്ക് വേണ്ടി 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, അത്രയും സ്നേഹം നിറഞ്ഞ ആ പ്രവാചകന്റെ അനുയായികളായ നാം എന്തുകൊണ്ട് ഇത്രയും ധാർമ്മികപരമായി കൊണ്ട് അധപ്പതിച്ചു പോയി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കൃത്യമായി കൊണ്ട് വെസ്റ്റേൺ കൾച്ചറിന്റെ, അതേപോലെ തന്നെ സെക്കുലർ കൾച്ചറിന്റെ സ്വാധീനം നമ്മുടെ കുടുംബങ്ങളിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ പഠിക്കുന്നുണ്ട്, മദ്രസയിൽ പഠിക്കുന്നുണ്ട്, പക്ഷെ മദ്രസയിൽ പഠിക്കുന്ന ആളുകളും ഖുർആൻ പഠിച്ച ആളുകളും ഒക്കെയാണ് ഇന്ന കോലത്തിൽ എത്തിച്ചേർന്നത് എന്ന് പറയുമ്പോൾ എവിടെയാണ് സുഹൃത്തുക്കളെ നമുക്ക് പിയച്ചുപോയത്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വല്ലാത്തൊരു ഹദീസ് ഉണ്ട്. മഹാനായ യൂസുഫ് നബിയെ കുറിച്ച് റസൂലുള്ള പറയാണ്, യൂസുഫ് എന്നുള്ളത് കരീമാണ്, ഇബ്നുൽ കരീം. യൂസുഫ് ആവാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ഉപ്പ കരീമായിരുന്നു, ഒരു റെസ്പെക്റ്റഡ് പേഴ്സണാലിറ്റി ആയിരുന്നു, ആദരവുള്ള വ്യക്തിയായിരുന്നു, ഒരു മഹാനായ നല്ല അദബുള്ള വ്യക്തിയായിരുന്നു, കറമുള്ള അദബുള്ള വ്യക്തിയായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലൊരു മകനെ സൃഷ്ടിക്കാൻ നല്ലൊരു ഉപ്പക്കാണ് സാധിക്കുക. മഹാനായ ഇമാം ബുഖാരിയാക്കിയത് മോഡസ്റ്റിയുള്ള ലജ്ജയുള്ള ഒരു ഉമ്മയായിരുന്നു എന്നുള്ളതാണ്. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റഹ്മത്തുള്ളാഹി അലൈഹിയെ സൃഷ്ടിച്ചത് ലജ്ജയുള്ള, ഇൽമിനോട് സ്നേഹമുള്ള, ദീനിനോട് സ്നേഹമുള്ള ഒരു ഉമ്മയായിരുന്നു എന്നുള്ളതാണ്. നല്ലൊരു ഉമ്മക്കും നല്ലൊരു ഉപ്പക്കുമേ ദീനുള്ള, അദബുള്ള, പടച്ചവനെ പേടിയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായിക്കൊണ്ട് സെക്കുലറിസത്തിന്റെ സ്വാധീനം നമ്മളിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഏതായാലും നന്മയിലേക്ക് പോയാൽ പോരെ, മതമേതായാലും ധാർമ്മിക മൂല്യങ്ങളെ
നമ്മൾ പിൻപറ്റിയാൽ പോരുന്ന ചില ആൾക്കാർ ചോദിക്കുക. ഇസ്ലാം മാത്രമേ ധാർമ്മികതയായിക്കൊണ്ട് നിലകൊള്ളുന്നു എന്ന് നമുക്ക് അവരോട് പ്രഖ്യാപിക്കാൻ കഴിയണം. അതിന് വീട്ടിലേക്ക് ദീനെത്തണമെന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരുമായിരിക്കണം നമ്മുടെ മക്കൾക്ക് മാതൃക എന്നുള്ളത്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന, നമ്മുടെ നാവിൽ നിന്ന് വരുന്ന സംസാരം മഹനീയമായിരിക്കണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തെക്കുറിച്ച് ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളയുടെ ഓരോ വാക്കുകളും എണ്ണി തിട്ടപ്പെടുത്താമായിരുന്നു എന്നുള്ളതാണ്. സ്വഹാബത്ത് റസൂലുള്ളനെ കുറിച്ച് പറയുന്നുണ്ട്, റസൂല് സംസാരിച്ച ഇങ്ങനെ തോന്നിപ്പോവുമെന്നുള്ളതാണ്, എന്നെയാണ് റസൂലിന് ഏറ്റവും ഇഷ്ടം എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു സ്വഹാബി റസൂലിനോട് റസൂലിന്റെ നാവിൽ നിന്ന് നിന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് റസൂലിന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, റസൂലെ അങ്ങക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ് എന്നുള്ളത്. അങ്ങനെയായിരുന്നു റസൂലുള്ള സംസാരിച്ചത്. അങ്ങനെ വീട്ടിൽ നിന്ന് തുടങ്ങണം മഹനീയമായ, സുന്ദരമായ, അദബുള്ള, മര്യാദയുള്ള, ലജ്ജയുള്ള സംസാരം വീട്ടിൽ നിന്ന് ആരംഭിക്കേണ്ടതുണ്ട്. മോഡസ്റ്റി, അതേപോലെ തന്നെ ലജ്ജ, ഹയാ വീട്ടിൽ നിന്നായിരിക്കുന്നതാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. പുറത്തുനിന്ന് പഠിപ്പിക്കപ്പെടുന്നത് വേറെയും കുടുംബത്തിൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്നത് നേർ വിപരീതമാണെങ്കിൽ ഈ സമൂഹം ഇങ്ങനെ ആയാൽ അത്ഭുതമില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച, സ്വർഗമാണ് ഉമ്മ എന്ന് പഠിപ്പിച്ച ആ ഉമ്മയെപ്പോലും അപമാനിക്കപ്പെടുന്ന ഒരു സമൂഹം, ആ ഉമ്മയെപ്പോലും അപമാനിക്കുന്ന ഒരു സമൂഹം എങ്ങനെ ഉണ്ടായി സുഹൃത്തുക്കളെ? അള്ളാന്റെ റസൂല് പറയുന്ന ഒരു ചരിത്രത്തിൽ കാണാൻ സാധിക്കും, ഒരു സ്വഹാബിക്ക് കലിമ പോലും ചെല്ലാൻ പറ്റില്ല എന്ന ഉമ്മയോട് കാണിച്ച ഒരു അദബ് കേട് കാരണത്താൽ. അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഉമ്മത്തിൽ എങ്ങനെ ഉമ്മമാർ അപമാനിക്കപ്പെട്ടു? കൽബിൽ ഈമാൻ ഇല്ലാണ്ടായിപ്പോയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന വല്ലാത്തൊരു ഹദീത്ത് ഉണ്ട്, നമ്മളൊക്കെ കേട്ട ഹദീത്തുകളാണ്, ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. കൽബിൽ ഈമാൻ ഉണ്ടാവണം, കൽബിൽ ഈമാൻ ആസ്വദിക്കാൻ പറ്റണം. ലദ്ദത്തുൽ ഈമാൻ, ഈമാനിന്റെ ആസ്വാദനം നമ്മൾ രുചിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി, അവന് ഏറ്റവും ഇഷ്ടം അള്ളാഹിനോടും റസൂലിനോടും ആയിരിക്കണം. സൊല്യൂഷൻ അതാണ്. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് ഇന്ന ആളുകൾ വ്യഭിചരിക്കപ്പെട്ടു എന്നുള്ളതും, ഇന്ന ആളുകൾ മർദ്ദിക്കപ്പെട്ടു എന്നുള്ളതും, ഇന്ന ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതും നമ്മളിങ്ങനെ ദിനേന ചർച്ച ചെയ്യുന്നതിനപ്പുറം ഇതിനെന്താണ് സൊല്യൂഷൻ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കൽബിൽ ഈമാൻ ഉണ്ടാവാൻ അള്ളാഹുവും റസൂലുമായിരിക്കണം ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ. നമ്മൾ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ദിക്റിലൂടെ, ചെറിയ ചെറിയ മക്കളോടുള്ള നസീഹത്തിലൂടെ. ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ കഥ നമ്മൾ ദിനേന ഓതാറുണ്ടല്ലേ. ലുഖ്മാൻ ആരായിരുന്നു? ലുഖ്മാൻ മഹാനായ പണ്ഡിതനായിരുന്നു. ആ ലുഖ്മാൻ നബി മക്കൾക്ക് കൊടുത്ത ഉപദേശം, ഒരു നബിയല്ല ലുഖ്മാൻ, ഒരു പണ്ഡിതനാണ്. പക്ഷെ നബിയല്ലാത്ത ലുഖ്മാനിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാ ഖുർആനിൽ പറഞ്ഞ്? നമ്മൾ ആലോചിക്കേണ്ട പോയിന്റാണ്. അദ്ദേഹം മകന് കൊടുത്ത ഉപദേശമാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കോട്ട് ചെയ്തു എന്നുള്ളതാണ്. അതിൽ നമുക്കുള്ള പാഠം എന്താ? മക്കൾക്ക് ദീനീപരമായ ഉപദേശം ഒന്നാമത് കൊടുക്കേണ്ടത് ഉമ്മയാണ് എന്നുള്ളതാണ്. അത് നഷ്ടപ്പെട്ടു വരുമ്പോ സമൂഹത്തിൽ ഇങ്ങനെയുള്ള അധാർമികതകൾ കൊടികുത്തി വായുന്നു എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അള്ളാഹുവും റസൂലിനെയുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നത് എന്ന് നമ്മൾ വീട്ടുകാർക്ക്, കുടുംബക്കാർക്ക്, നാട്ടുകാർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്നുള്ളത്, നമ്മൾ പലരും പല തിരക്കിലാണ്. ഇതുപോലുള്ള ദീനീപരമായ സദസ്സിൽ വരാൻ പലപ്പോഴും നമ്മൾ പിന്നോട്ടാണ്. കുടുംബസമേതം റസൂലുള്ള അള്ളാഹിന്റെ തൃപ്തിയുണ്ട് എന്ന് പറഞ്ഞ, അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ സന്നിഹിതരായിട്ടുണ്ട് എന്ന് പറഞ്ഞ സദസ്സുകളിലേക്ക് കുടുംബസമേതം നമുക്ക് വരാൻ സാധിക്കണം. പലപ്പോഴും നമ്മൾ തിരക്ക് പറഞ്ഞു മാറാറാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് പോയിന്റ് എന്താന്ന് ചോദിച്ചാൽ, തിരക്കുകൾ, ആളുകൾക്ക് തിരക്കില്ലാത്ത അവസ്ഥ കൊടുക്കുന്നതും തിരക്ക് കൊടുക്കുന്നതും അള്ളാഹുവാണ്. അള്ളാഹു എങ്ങാനും നമ്മളെ മുഴുവനായിക്കൊണ്ടും പൂർണ്ണമായിക്കൊണ്ടും തിരക്കിലാക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ ഫ്രീ ആവില്ല എന്ന് മനസ്സിലാക്കണം. അതാണ് പോയിന്റ്. അള്ളാഹു സുബ്ഹാന നമ്മളിങ്ങനെ അള്ളാഹിന്റെ റസൂലിന്റെ ദീൻ പഠിക്കാനുള്ള സദസ്സിലേക്ക് വിളിക്കപ്പെടുമ്പോ നമ്മൾ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയാണെങ്കിൽ അള്ളാഹ് നമ്മളെ തിരക്കിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലോ പിന്നെ നമ്മൾ ആ ശുഗലും നമ്മൾ വിട്ടുപോരില്ല എന്നുള്ളതാണ്. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, എല്ലാ തിരക്കുകളും അവസാനിക്കുന്ന ഒരു ദിനം നമ്മളിലേക്ക് കടന്നു വരാനുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ ദിനത്തെക്കുറിച്ച്, തിരക്കുകൾ അവസാനിക്കുന്ന, എന്റർടൈൻമെന്റുകൾ എൻഡ് ചെയ്യപ്പെടുന്ന ഒരു ദിവസത്തെക്കുറിച്ച് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. മക്കളെ പാർക്കിൽ കൊണ്ടുപോകാൻ മാത്രമുള്ളതല്ല വാപ്പ, മക്കൾക്ക് എന്റർടൈൻമെന്റിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ളത് മാത്രമല്ല വാപ്പ.
ബാപ്പയും ഉമ്മയും മക്കളെ പാർക്കിൽ കൊണ്ടുപോകുന്നത് പോലെ നല്ല നല്ല ദീനീപരമായ സദസ്സിലേക്ക് ചെറുപ്പത്തിലേ കൊണ്ടുവന്ന് അതൊരു ശീലമാക്കി ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ റൂട്ടീനിൽ പെട്ടതാണ് എന്നുകൂടി മക്കളെ തെര്യപ്പെടുത്തേണ്ടത് മാതാപിതാക്കളുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കുക. മാതാപിതാക്കൾ മാറണം. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ. അതുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത്, നമ്മളാണ് മാറേണ്ടത്. നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ വില്ലൻ എന്നുള്ളത് മൊബൈൽ ഫോണാണ്. നമ്മളൊരു തീരുമാനം ഈ സദസ്സ് വിട്ടു പോകുമ്പോൾ എടുക്കാൻ പറ്റുന്ന ആളുകളൊക്കെ അല്ല, നിർബന്ധപൂർവ്വം എടുക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, മക്കൾക്ക് ഫോൺ കൊടുക്കില്ല എന്നൊരു തീരുമാനം നമ്മൾ എടുത്താൽ അത് വലിയ ഹൈറാണ്. അതിലൊന്നും ഒരു ഹൈറില്ല എന്ന് മനസ്സിലാക്കുക. ഹൈറിനേക്കാൾ ഷെറാണ്. നമ്മൾ ചില ആൾക്കാർ ന്യായം പറയും, നമ്മൾ നല്ല മാത്രം നോക്കിയാൽ പോരെ, ഹൈറിലേക്ക് മാത്രം നോക്കിയാൽ പോരെ എന്ന്. പക്വതയില്ലാത്ത, വികാരങ്ങൾക്ക് അടിമപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രായത്തിൽ മക്കൾക്ക് ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല. ഒരു +2 വരെയൊക്കെ സ്വന്തമായിട്ട് ഒരു ഫോൺ ഇല്ല എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ മക്കളെ മാറ്റണം. മക്കൾക്ക് കൊടുക്കാൻ പറ്റണം. അഥവാ നമ്മളും ആ രീതിയിൽ കാണിച്ചു കൊടുക്കാൻ പറ്റണം. നമ്മൾക്കും പറ്റണം. ഇൻസ്റ്റഗ്രാം ഇല്ലാത്ത, സ്നാപ്ചാറ്റുകൾ ഇല്ലാത്ത, ഫേസ്ബുക്ക് ഇല്ലാത്ത ഒരു ശീലം നമ്മളും കൊണ്ടുവരണം. ഇത് സുന്നത്തും ഫർളും അല്ലല്ലോ. സമൂഹത്തിൽ നടക്കുന്ന എല്ലാം അറിയാന്നുള്ളത് സ്വർഗത്തിലേക്ക് എത്താനുള്ള ഷർത്തായിട്ട് റസൂൽ പറഞ്ഞിട്ടില്ല. നമുക്ക് വാർത്ത കിട്ടുന്നതിനേറെ ഫിത്നകളാണ് കിട്ടുന്നത്. നമ്മുടെ സമൂഹം എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഖുർആൻ ഇതുപോലുള്ള ക്ലാസ്സുകളിൽ വന്നാൽ മാത്രം നമ്മൾ മാറൂല. നമ്മുടെ സാഹചര്യങ്ങൾ കൂടി നമ്മൾ മാറ്റണം. സോഷ്യൽ മീഡിയയിൽ അഭിരമിക്കുന്നത് നമ്മൾ കുറക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്വയം പരിശീലിക്കണം. ഏത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിരമിക്കുന്ന, ഏറ്റവും കൂടുതൽ ശുഗലിലാകുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാ? ഇൻസ്റ്റഗ്രാമാണ്. അത് ഡിലീറ്റ് ചെയ്ത് നോക്കുക ഒരു മാസം. അങ്ങനെ നമ്മളൊന്ന് പഠിക്കുക. മക്കളോട് പറയാ, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നിങ്ങൾ ഇപ്പൊ എടുക്കാനായിട്ടില്ല എന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം സ്ത്രീ എന്ന ഫിത്ന, ദുനിയാവെന്ന ഫിത്ന, അങ്ങനെ തുടങ്ങി സകല ഫിത്നകളും വരുന്നത് ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ് എന്ന് നമുക്ക് ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് ഇതിന് പ്രാക്ടിക്കലായിട്ടുള്ള വശം എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കലാണ്. അത് കയ്യിലുള്ളിടത്തോളം കാലം അതിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന പറഞ്ഞാൽ എത്രത്തോളം ആളുകൾക്ക് പറ്റിയെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് പ്രാക്ടിക്കൽ വശം എന്നുള്ളത് ചെറുപ്രായത്തിലൊക്കെ മക്കൾക്ക് ഫോണ് നൽകാതിരിക്കുക എന്നുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുക. ഇതുപോലുള്ള ധർമ്മസമര പ്രഖ്യാപനങ്ങൾ ഒരുപാട് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആമുഖ പ്രഭാഷണങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കീഴിൽ ഈ വരുന്ന മെയ് 11 പെരിന്തൽമണ്ണയിൽ വെച്ചുകൊണ്ട് വലിയൊരു ധർമ്മസമര പ്രഖ്യാപനം നടക്കുകയാണ്. എന്താണ് വിശ്വാസം എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, എന്താണ് ധർമ്മം എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി. അതുകൊണ്ട് നമ്മൾക്കറിയുന്ന നമ്മുടെ കുടുംബത്തിലുള്ള, നമ്മൾ വിളിച്ചാൽ വരുമെന്ന് ഉറപ്പുള്ള വിദ്യാർത്ഥികളൊക്കെ ആ പരിപാടിയിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വിവിധ സ്ഥലങ്ങളിലുള്ള ആൾക്കാരേക്കും, കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്തുള്ള എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ടാവും. എല്ലായിടത്തും വിസ്റ്റം സ്റ്റുഡൻസിന്റെ പ്രവർത്തകരുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇവിടുത്തെ കമ്മിറ്റിക്കാരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതാത് ജില്ലയിലെ വിസ്റ്റം സ്റ്റുഡൻസിന്റെ കോർഡിനേറ്റർമാരെ നിങ്ങൾക്ക് അറിയിച്ചു തരും. അവർക്ക് നിങ്ങളുടെ നാട്ടിലുള്ള വിദ്യാർത്ഥികളുടെ നമ്പർ നിങ്ങളെ ഏൽപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഖൈറിലേക്ക് മുന്നിടുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈർ യാ ഷേഖ് ഹംറാസ്. ഇസ്ലാമിക ബോധമുള്ള, ആദർശ പ്രതിബദ്ധതയുള്ള ഒരു യുവതയെ, ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിൽ കുടുംബത്തിൻ്റെ പങ്ക്, മാതാപിതാക്കൾക്കുള്ള പങ്ക് എന്നത് നമ്മളിൽ, മാതാപിതാക്കളായ നാം ഓരോരുത്തരിലും വളരെ വലിയ ഉത്തരവാദിത്തം ഉണ്ട് എന്ന് ഈ ഒരു പ്രഭാഷണം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തതായി ഇൻഷാ അല്ലാഹ് വസീം അൽ ഹിക്മി ധർമ്മസമരം വിദ്യാർത്ഥികളിലൂടെ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. ഫദൽ യാ ഷേഖ് വസീം അൽ ഹിക്മി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായിട്ടുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹുവിനെ എപ്പോഴും സൂക്ഷിക്കണമേ എന്ന് എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഇവിടെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്.
ഒരു മുക്കുവൻ കടലിൽ പോയി കൊണ്ടുവന്ന മത്സ്യങ്ങളിൽ കുറച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. കറി വെക്കാനായി അത് മുറിച്ച് നോക്കിയപ്പോൾ അതിൽ നിന്ന് തിളങ്ങുന്ന ഒരു കല്ല് കണ്ടു. കല്ല് കണ്ടപ്പോൾ തന്നെ ഇത് സാധാരണ ഒന്നല്ല, നല്ല വിലപിടിപ്പുള്ള ഒന്നെന്ന് മനസ്സിലാക്കിയ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലെ സ്വർണ്ണപ്പണിക്കാരനെ, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ചെന്നു. അയാൾ പറഞ്ഞു, ഇതിൻ്റെ വില തരാൻ എൻ്റെ കയ്യിലില്ല, പട്ടണത്തിലേക്ക് പോകാമോ? പട്ടണത്തിലേക്ക് ചെന്നു. അവിടെയുള്ളവരും പറഞ്ഞത്, ഞങ്ങൾക്കിതിൻ്റെ വില തരാൻ കഴിയില്ല, അത്രക്ക് വിലയുള്ളതാണിത്, അതുകൊണ്ട് രാജാവിനെ ചെന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ രാജാവ് പറഞ്ഞു, എൻ്റെ ഖജനാവിലുള്ളത് സകലതും തന്നാൽ ഒരു പക്ഷേ ഇതിന് പകരമാവുമോ എന്നറിയില്ല, അതുകൊണ്ട് താങ്കൾക്ക് കഴിയുന്നത് എത്രയോ അത് താങ്കൾ എടുത്തുകൊള്ളുക, താങ്കൾക്ക് ഒരു 6 മണിക്കൂർ സമയം തരാം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, 6 മണിക്കൂർ സമയമൊന്നും വേണ്ട, പരമാവധി ഞാൻ എടുത്തോളാം, അതിനുള്ള സാമർഥ്യമൊക്കെ എനിക്കുണ്ട് എന്ന് പറഞ്ഞു. അല്ല, 6 മണിക്കൂർ എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഖജനാവിരിക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇരിക്കുന്ന ആ റൂമിലേക്ക് പ്രവേശിച്ചു. 3 റൂമായിരുന്നു അത്. അതിലാദ്യത്തെ റൂമിൽ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ വിലപിടിപ്പുള്ള മുത്ത്, പവിഴിയം, രത്നങ്ങൾ, വജ്രങ്ങൾ ഒക്കെ അതിലുണ്ട്, സ്വർണ്ണാഭരണങ്ങൾ, വെള്ളിയാഭരണങ്ങൾ. അതിലൂടെ നടന്ന് 2ാമത്തെ റൂമിലെത്തിയപ്പോൾ പട്ടുമെത്തകൾ ശീതീകരിച്ച ഒരു റൂം, ഒരുപാട് ഫർണിച്ചർ സൗകര്യങ്ങൾ അവിടെയുണ്ട്. 3ാമത്തെ റൂമിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങൾ, ഫലവർഗ്ഗങ്ങൾ ഒക്കെ അവിടെ ഉണ്ട്. അത് കണ്ടപ്പോൾ അയാൾ അതിൽ നിന്ന് കുറച്ച് ഭക്ഷിച്ചു. അയാൾക്ക് കിട്ടിയ സമയം 6 മണിക്കൂറാണല്ലോ, ഒരുപാട് സമയമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കാണാത്ത പല, ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഫലങ്ങളൊക്കെ അതിൽ നിന്ന് ഭക്ഷിച്ചു. ഭക്ഷണപാനീയങ്ങൾ തിന്നു, കുടിച്ചു. അങ്ങനെ അമിതമായി ഒരുപാട് കഴിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് 2ാമത്തെ റൂമിലെത്തിയപ്പോൾ നല്ല ശീതീകരിച്ച റൂമും പട്ടുമെത്തയും കണ്ടാൽ തന്നെ കിടക്കാൻ തോന്നണ ഒരു ബെഡും. ഏതായാലും ഇനി 2-3 മണിക്കൂർ ബാക്കിയുണ്ട്, ഒന്ന് കിടന്നിട്ട് പോവാം. കിടന്നു. പക്ഷെ അയാളെ ഉണർത്തിയത് ഭടന്മാരാണ്. ഈ വിഡ്ഢിയായ മനുഷ്യ, നിനക്ക് തന്ന സമയം മുഴുവൻ തീർന്നുപോയി, ഇനി നിനക്ക് കാലിക്കൈയുമായി ഇവിടെ നിന്ന് പുറത്തു പോകാം എന്നാണ് പറഞ്ഞത്. ഇതാണ് സഹോദരന്മാരെ ജീവിതത്തിന്റെ ഉപമ. ഇവിടെ ഒരുപാട് മുത്തും പവിഴവുമുണ്ട്, ഇവിടെ ദിക്റുണ്ട്, ദുആ ഉണ്ട്, സുജൂദുണ്ട്, രാത്രി നിസ്കാരങ്ങളുണ്ട്, ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഇവിടെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം തന്നെ പറഞ്ഞു, കെൻസുൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിൽ കിടക്കുന്ന സ്വർഗത്തിലെ ചില നിധികളുണ്ട്. അത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലയാണ്, സുബ്ഹാനല്ലാഹയാണ്, അൽഹംദുലില്ലയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, അല്ലാഹു അക്ബറാണ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹിയാണ്, സുബ്ഹാനല്ലാഹിൽ അലീമാണ്. അങ്ങനെ ഒരുപാട് ദിക്റും ദുആകൾ പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. വിശുദ്ധ ഖുർആന്റെ പാരായണം സ്വർഗത്തിലേക്കുള്ള നിധികളാണ്. പക്ഷേ മനുഷ്യർ അതിലല്ല ശ്രദ്ധിക്കുന്നത്. ഈ ദുനിയാവിലെ മറ്റു പളപളപ്പുകൾ നോക്കി അതിന്റെ പിന്നാലെ പോയി തന്റെ ആയുസ്സിലെ വിലപ്പെട്ട സമയങ്ങളെ, മൂല്യമേറിയ നിമിഷങ്ങളെ നഷ്ടപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവെന്ന് പറഞ്ഞാൽ അതിലെ വിഭവങ്ങൾ വഞ്ചിക്കുന്നതാണ്. അത് ആ പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം. ചിലത് കണ്ട അത് ചെയ്യാൻ തോന്നും, അത് വിലക്കിയതാണെങ്കിലും. ചിലതിലേക്ക് മനസ്സ് ചാഞ്ഞു പോകും, അത് ദീനിൽ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നുണ്ടെങ്കിലും. ചെയ്യാനുള്ള പലതും ചെയ്യരുത് എന്ന് തോന്നും, അള്ളാഹു അത് നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിലും, അതിന് പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും. അതുകൊണ്ട് ഈ ഒരു പരീക്ഷണ ലോകത്ത് ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടുകൂടാ. ഇവിടെ നിന്ന് പെറുക്കേണ്ടതായ ആ വിലപിടിപ്പുള്ളത് അത് നമുക്കാർക്കും നഷ്ടപ്പെട്ടുകൂടാ. ഇവിടെ കേവലം മക്കളോട് മാത്രം, മക്കളെ ലക്ഷ്യം വെച്ച് മാത്രം ചില കാര്യങ്ങൾ പറയല്ല. ഇവിടെ മക്കളെക്കാൾ കൂടുതൽ പ്രായമായ കുറച്ച് ആളുകളുണ്ടല്ലോ. നമ്മളൊക്കെ നമ്മുടെ വാപ്പാരിമാരും മക്കൾ എന്ന നിലയ്ക്ക്
ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം മക്കളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കുറഞ്ഞ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കാൻ അതിൽ ചില പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ സംസാരം. നമ്മൾ നമ്മുടെ കഴിവും നമുക്ക് കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആദ്യം ബോധ്യമുണ്ടാകണം. വേറുള്ളവർ നന്മകൾ ഇങ്ങനെ മുന്നേറുന്ന കാണുമ്പോൾ അത് അവനക്കുള്ളൊരു കഴിവാണ്, അവരങ്ങനെയാണ്, എനിക്കതിനൊന്നും കഴിയൂല എന്ന് പറഞ്ഞ നന്മകളിൽ നിന്ന് പിന്നോട്ട് നിൽക്കാൻ പാടില്ല. ഒന്ന്, ആ നന്മക്കുള്ള പ്രതിഫലത്തെക്കുറിച്ചുള്ള അജ്ഞത കാരണത്താലാണത്. അതിന് കിട്ടുന്ന കൂലി, ഓരോ നന്മയും വിലപ്പെട്ടതാണ് സഹോദരന്മാരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിക്ക് നമുക്ക് പറഞ്ഞു തന്നത്, സ്വന്തം സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ ഒന്ന് ചിരിച്ചാൽ അത് സ്വതക്കയായി രേഖപ്പെടുത്തും, അതുപോലും പുണ്യമാണ് എന്നാണ്. വഴിയിലൂടെ പോകുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ഉപദ്രവകരമായി എന്തെങ്കിലും ഒരു ചെറുത് കണ്ടാൽ അത് മാറ്റിയാൽ അത് സ്വർഗത്തിന് അവകാശിയാക്കി മാറ്റുന്നതാണ്. അങ്ങനെയല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിലരുടെ ചരിത്രം പറഞ്ഞത്? ഒരു നായക്ക് വെള്ളം കൊടുത്തത് കാരണത്താൽ ഒരാൾ സ്വർഗത്തിൽ പോയി എന്നതാണ്. അതുകൊണ്ട് നന്മകളിൽ നമ്മൾ മുന്നിട്ട് വരണം. ഒരിക്കലും മടി നമ്മളെ പിന്നോട്ട് വലിക്കരുത്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരമൊക്കെ പഠിപ്പിച്ച പ്രാർത്ഥനകൾ നോക്കൂ നിങ്ങൾ. അതിലുണ്ട് അഊദു ബിക മിനൽ കസൽ എന്നുണ്ട്. മടിയിൽ നിന്ന് അല്ലാഹുവിനോട് എന്ത് ചെയ്യണം? നമ്മൾ ശരണം തേടണം നല്ല കാര്യങ്ങളിൽ. ഇവിടെ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാനായി ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. ഇതിന്റെ സാമ്പത്തിക പിരിവ് നടന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു വേദി ഇങ്ങനെ ഒരുക്കുന്നതിന്, ആളുകളെ ക്ഷണിക്കുന്നതിൽ, ഇതൊക്കെ എന്തായിരുന്നു? ഇതൊക്കെ കെൻസാണ് സഹോദരന്മാരെ. ഇതൊക്കെ പരലോകത്തേക്ക് നമ്മൾ ഒരുക്കി വെക്കുന്ന, മാറ്റി വെക്കുന്ന നമ്മുടെ വലിയ നിധികളാണ്. അത് ഒരുക്കി വെക്കലാണ് നമ്മുടെ ഡ്യൂട്ടി. അത് എത്ര കഴിയുമോ, എത്ര പെട്ടികൾ അതുമായി റബ്ബിന്റെ മുമ്പിലേക്ക് കൊണ്ടുചെന്ന് അവിടെ പൊട്ടിക്കാനാകുമോ അതാകണം. നാട്ടിലേക്ക് ഒരുപാട് സാധനങ്ങൾ ഇവിടെ വാങ്ങി പോകുമ്പോൾ ഒരുപാട് വെട്ടിയുമായിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ വീട്ടുകാർക്ക് അവർക്കൊക്കെ ഒരു വലിയൊരു വീട്ടുണ്ടാവും അല്ലേ? അതേപോലെ റബ്ബിന്റെ മുമ്പിലേക്ക് നമുക്ക് ചെല്ലാനാകണം. മറ്റുള്ളവരെ അറിഞ്ഞതും അറിയാത്തതുമായ നന്മകൾ നമുക്കുണ്ടാകണം. രഹസ്യമായി ചെയ്തത് നമുക്കുണ്ടാകണം. ആ കോലത്തിലാകണം നമ്മൾ ഉണ്ടാകേണ്ടത്. റസൂലുള്ളാഹി പറഞ്ഞിട്ട്, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, ഇന്ന മിനന്നാസ്, തീർച്ചയായും ജനങ്ങളിൽ നിന്ന് ചിലരുണ്ട്, മഫാത്തിഹലിൽ ഖൈർ, നന്മകളുടെ താക്കോലാണവർ, മഗാലിക ലിശ്ശർ, തിന്മകളുടെ പൂട്ടുകളാണവർ. നന്മക്ക് അവർ തുടക്കം കുറിക്കും, നന്മകളിൽ അവർ മുന്നോട്ടുണ്ടാകും, നല്ല കാര്യങ്ങൾ അവർ തുടക്കം കുറിക്കും, തിന്മകൾ അവർ തടുത്തു നിർത്തും, തിന്മകളുടെ വാതായനങ്ങൾ അവർ കൊട്ടിയടക്കും. അങ്ങനെ ചിലരുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, തൂബാ, അത്തരം ആളുകൾക്ക് മംഗളം, അവർക്ക് അഭിനന്ദനം എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ജനങ്ങളിൽ വേറെ ചില ടീമുണ്ട്. അവര് മഫാത്തിഹൽ ശർ, തിന്മകളുടെ താക്കോലാണവർ, മഗാലികലിൽ ഖൈർ, നന്മകളെ പൂട്ടുന്നവരാണവർ. അതിൽ പെടരുതെന്ന താക്കീതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ, അതാണ് സഹോദരൻ ധർമ്മസമരം എന്ന് പറഞ്ഞാൽ. നമ്മുടെ എല്ലാവരും ഭാഗവാക്കാകേണ്ടുന്ന, നമ്മുടെ എല്ലാവരും നിത്യേന ചെയ്യേണ്ടുന്ന ഒന്നാണ് ധർമ്മസമരം എന്നുള്ള പല മേഖലകളിൽ. അതുകൊണ്ട് ഒന്നാമത്തെ തൗഹീദിൽ കൊണ്ട് തന്നെയാണ്. ശിർക്കിനെതിരെ ധർമ്മസമരമാണ്. അല്ലാഹു അല്ലാത്ത ഒരു മുദബ്ബിറുൽ ആലം ഉണ്ടെന്ന് പറയുന്നവരോട് നമുക്ക് ധർമ്മസമരമുണ്ട്, തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഈ ശിർക്കിനെ നമ്മൾ ആ നിലയ്ക്ക് എതിരിടേണ്ടതുണ്ട് എന്നതാണ്. ശരിയല്ലേ? അല്ലാ എന്ന് വിളിക്കേണ്ട ഘട്ടത്തിൽ അല്ലല്ലാത്ത ഇതര ആളുകളെ വിളിക്കുന്ന പ്രവണത ഇവിടെയുണ്ട്. കാറിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ തൊട്ട് നേരെ ഒരാന ചിഹ്നം വിളിച്ച് ഓടി വരികയാണ്, കാറ് തകർക്കുമെന്ന രൂപത്തിൽ. അപ്പൊ കാറിനുള്ളിൽ നിന്ന് ബദരീങ്ങളെ വിളിക്കുകയാണ്. എന്താ സഹോദരന്മാരെ, അള്ളാന്ന് വിളിക്കേണ്ടോടത്താണ് ഈ വിളി വരുന്നത്. ഇത് ഗൗരവല്ലേ? ഇതങ്ങനെ വിശ്വസിച്ചിട്ടില്ല എന്ന് കേവലം പറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ അമ്മാനാടിയിട്ട് കാര്യമില്ല. അള്ളാ എന്ന് വിളിക്കുമ്പോൾ ആ ഒരു പ്രയാസത്തിൽ നിന്ന് തന്നെ രക്ഷിക്കണമെന്ന വിചാരത്തോടു കൂടെ, ആ ഒരു പ്രയാസത്തെ നീക്കണമെന്ന ചിന്തയോടുകൂടെയുള്ള ആ വിളി ആർക്ക് പോയാലും ശിർക്കാണ് സഹോദരന്മാരെ. എങ്കിൽ ആ വിളി അള്ള അല്ലാത്തവർക്ക് പോകുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പ്രവണത ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എങ്കിൽ നമുക്ക് ജിഹാദ് ഉണ്ട് സഹോദരന്മാരെ, ധർമ്മസമരമുണ്ട്. തൗഹീദിനെ ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചുകൊണ്ട് ശിർക്കിനെതിരെ നമുക്കെല്ലാവർക്കും ധർമ്മസമരത്തിൽ ഏർപ്പെടേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിക്കാൻ വേണ്ടി, അതുമായി ബന്ധപ്പെട്ട പ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി, ബൈഅത്ത് ചെയ്യാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നിട്ടുള്ള 10 ആളുകളിൽ 9 ആൾക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവച്ച് ബൈഅത്ത് ചെയ്തു, ഒരാൾക്ക് ചെയ്തില്ല. ബൈഅത്ത് തിസ്ആ, അല്ലാഹു റസൂലേ
9 ആളുകളെയും താങ്കൾ ബൈഅത്ത് ചെയ്യുന്നല്ലോ, വതറക്ത ഹാദാ, അദ്ദേഹത്തെ ഒഴിവാക്കിയല്ലോ, എന്തുകൊണ്ടാ ചോദിച്ചു. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹം ഒരു തബീമത്ത്, ഒരു ഐക്കൽ ഏലസ് കിട്ടിയിട്ടുണ്ട്. ഈ കാരണത്താൽ ഏലസ് കിട്ടിയത് കാരണത്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്തില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് അങ്ങനെ വരുന്ന അതിനെതിരായതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ ബൈഅത്ത് ചെയ്തില്ല. എന്നിട്ട് അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ കൈയിട്ട് പൊട്ടിച്ചു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു പറഞ്ഞൊരു കാര്യമുണ്ട്, മൻ അല്ലക തമീമതൻ ഫഖദ് അശ്റക. ആരാണിത് കിട്ടിയത്, ആരാണ് ശരീരത്തിൽ ഏലസ് കിട്ടുന്നത്, അവൻ ശിർക്ക് ചെയ്തു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കാണ്. മനസ്സിലായില്ലേ? ഇത് കൃത്യമായി മനസ്സിലാക്കി മറ്റുള്ളവർക്ക് അത് പ്രബോധനം ചെയ്തു കൊടുക്കേണ്ടുന്ന വലിയൊരു ഉത്തരവാദിത്തം അതിൽ സഹോദരന്മാരെ നമുക്ക് എല്ലാവർക്കും ധർമ്മസമരമുണ്ട് എന്നതാണ്. സമ്പന്ന കുടുംബത്തിലാണ് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ജനിച്ചത്. ഒരുപാട് സൗകര്യങ്ങളിലാണ് ജനിച്ചത്. പക്ഷെ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ഉറച്ചു നിന്നപ്പോ ഉമ്മയും കുടുംബവും എല്ലാവരും എതിർത്തു. പക്ഷേ ആ സൗകര്യങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം മാറി നിൽക്കുമെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് വെടിഞ്ഞില്ല. ഈ ദീനീ ആദർശം മുറുകെ പിടിക്കുന്നത് അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടായില്ല. മനസ്സിലായോ? അതാണ് ആ വീതിയിൽ ഉറച്ചു നിൽക്കാൻ കുറച്ച് ധാർമ്മിക രോഷവും ധർമ്മസമരത്തിലും നമ്മൾ ഏർപ്പെടണം. തൗഹീദിന് വേണ്ടി നിലകൊള്ളാൻ, ശിർക്കിനെതിരെ പോരാടാൻ നമുക്ക് കഴിയണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അദ്ദേഹത്തിന്റെ വീടിന്റെ ചുമരിൽ കെട്ടിയിട്ടു. 1 ദിവസം 2 ദിവസം 3 ദിവസം കഴിഞ്ഞു. അദ്ദേഹം ഈ പുതുതായി സ്വീകരിച്ചിരിക്കുന്ന മുഹമ്മദിന്റെ ആശയം വിട്ട് നമ്മളിലേക്ക് തിരിച്ചു വന്നോളുന്നവർ വിചാരിച്ചു പോയി. പക്ഷേ അദ്ദേഹം മടങ്ങിയില്ല. അദ്ദേഹം ആ ആദർശത്തിൽ, ആ അറിഞ്ഞ ആ ദീനി സ്വരത്തിൽ തന്നെ ഉറച്ചു നിന്നു. മഹാനായിട്ടുള്ള സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, അദ്ദേഹത്തിന്റെ ഉപ്പയും ഉമ്മയും കുടുംബവും ഒന്നാകെ എതിർത്തു അദ്ദേഹത്തെ. അദ്ദേഹത്തിന്റെ ഉമ്മ ഭക്ഷണം കഴിച്ചില്ല. അദ്ദേഹത്തോട് പറയാണ്, മോനെ, നീ മുഹമ്മദ് കൊണ്ടുവന്ന ആദർശമെങ്ങാനും സ്വീകരിച്ചാൽ നിന്റെ ഉമ്മ ഇനി വെള്ളം കുടിക്കുകയില്ല, ഒരിറ്റ് വെള്ളം ഞാൻ കുടിക്കുകയില്ല, ഒന്നും ഭക്ഷിക്കുകയില്ല. നിനക്കെതിരെ ആരോപണമുണ്ടാകും, സ്വന്തം ഉമ്മയെ കൊലക്ക് കൊടുത്തവൻ എന്നൊരു ആക്ഷേപം നീ ഏൽക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ പൊന്നുമ്മ, ഉമ്മയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹം പറയാണ്, ഉമ്മ, താങ്കൾക്കെങ്ങാനും ഒരു 100 നഫ്സ് ശരീരമുണ്ടായിരുന്നാലും ആ 100 ശരീരവും ഇതേ രൂപത്തിൽ എനിക്കെതിരെ പറഞ്ഞ് അതെല്ലാം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാലും ഞാൻ സത്യമെന്ന് മനസ്സിലാക്കിയ ഈ ആദർശം വിട്ട് കളിക്കാൻ ഞാൻ തയ്യാറല്ല. താങ്കൾക്ക് മുമ്പിൽ ഭക്ഷണമുണ്ടുമ്മ, അത് കഴിക്കണം, വെള്ളമുണ്ട്, അത് കുടിക്കണം എന്ന് അദ്ദേഹം പറയാണ്. ഇത് ഹക്കെന്ന് ബോധ്യപ്പെട്ട് പിന്നാലെ കൂടിയതാണ്. ഇത് ഞാൻ എന്തിനെങ്കിലും വേണ്ടി ഒഴിവാക്കില്ല. അത്ര പ്രിയപ്പെട്ട ഉമ്മയോടെ പറയടേ. ഇതൊക്കെയാണ് സഹോദരന്മാരെ ജിഹാദ്. തൗഹീദിന് വേണ്ടി ജിഹാദ്, ശിർക്കിനെതിരെ ആ നിലക്ക് ധർമ്മസമരത്തിൽ നമ്മൾ ഏർപ്പെടണം. സകല അനാചാരങ്ങൾക്കുമെതിരെ, ബിദ്അത്തുകൾക്കെതിരെ നമുക്ക് ധർമ്മസമരമുണ്ട്. എത്രയാണ് ഖബറുമായി ബന്ധം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണസമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടിനോട് ചേർത്ത് ചെവി വെച്ചപ്പോൾ കേട്ടൊരു കാര്യമുണ്ട്. എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല നസറാണികളെയും നസാറാക്കളെയും യഹൂദന്മാരെയും ശപിച്ചിരിക്കുകയാണ്. കാരണം എന്താ? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവരവരുടെ അമ്പിയാക്കന്മാരുടെ, വേറെ ആരുടേതുമല്ല, സാധാരണക്കാരുടേതല്ല, അമ്പിയാക്കന്മാരുടെ, അവരിലേക്ക് വന്ന പ്രവാചകന്മാരുടെ മക്ബറകളെ സുജൂദ് ചെയ്യുന്നിടമാക്കി. കാണുന്നില്ലേ നമ്മളത്? മനസ്സിലായില്ലേ? അതാണ് അവർക്ക് ശാപമുണ്ടാകാൻ കാരണമെന്നാണ്. പിന്നെയോ നമ്മൾ പോകണം ഇവിടേക്ക്, മരണപ്പെട്ടവരെ ഖബർസ്ഥാനുകളിൽ നമ്മൾ പോകണം. എന്തിനാണ് ഖബർസ്ഥാനിലേക്ക് പോകുന്നത്? തുദക്കിറുകുമുൽ മൗത്ത്, നിങ്ങളെ മരണത്തെ ഓർമ്മപ്പെടുത്താനാണ്. നമ്മളെയൊക്കെ മരണം ഓർമ്മപ്പെടുത്തണം. നമുക്കും മരിക്കണം. ഈ മണ്ണോട് നമ്മളും അലിയും. പള്ളിക്കാട്ടിൽ ഒരു മൂലയിൽ നമുക്കുമുണ്ട് സ്ഥാനം. അത് നിർണയിക്കപ്പെട്ടിട്ടുണ്ട്, സമയം നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ എന്ന് രൂപം, അതിന്റെ രൂപം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടി ഒരുക്കണം എന്നുള്ള ബോധം ഉണ്ടാകാനാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നിലക്ക് അത് നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത്. അതല്ലാതെ അവിടെ ചെന്ന് എല്ലാവിധത്തിലുമുള്ള അനാചാരങ്ങളും ശിർക്കിയായ പ്രവണതകൾ ചെയ്യാനല്ല, അത് പഠിപ്പിച്ചു കൊടുക്കണം സഹോദരന്മാരെ. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ എടുത്ത് ഒരാനിട്ട് ചുഴറ്റി എറിഞ്ഞതൊക്കെ എന്താ? ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അനാചാരത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് സഹോദരന്മാരെ. അതുപോലെ നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ലിബറലിസത്തിനെതിരെ നമുക്ക് ധർമ്മസമരമുണ്ട്. ഒരുപാട് കുട്ടി അക്രമികൾ കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അവരെല്ലാവരും കൊണ്ടുപോയി ജയിലിൽ കൊണ്ടുപോയിട്ടിട്ട്, അവരുടേതായ സെല്ലുകളിൽ കൊണ്ടുപോയിട്ടിട്ട് അവര് അതിനേക്കാൾ വലിയ അക്രമികളായി തിരിച്ചു വരുന്ന ചില പോലീസുകാർ പറയണേ. അവിടുന്ന് അതിൽ മോശപ്പെട്ടവരെ കിട്ടും കൂട്ടിന്.
അപ്പൊ ഇതൊന്നും അല്ല ശാശ്വത പരിഹാരം. പിന്നെന്താ? ഇസ്ലാം തന്നെയുള്ളൂ പരിഹാരം. ഇസ്ലാം പഠിപ്പിച്ച തർബിയത്ത്, ഇസ്ലാം നൽകുന്നതായിട്ടുള്ള ശിക്ഷണം, ദിശാബോധം, അതിനപ്പുറം വേറെ ഒരു ദർശനത്തിനും സാധിക്കുകയില്ല മനുഷ്യനെ മാറ്റാൻ, അവരുടെ മനസ്സിനെ മാറ്റാൻ. അതുകൊണ്ട് അത് എന്തെന്ന് നമ്മൾ പഠിക്കുകയും നമ്മുടെ മക്കൾക്ക് അത് കൃത്യമായി ചൊരിഞ്ഞു കൊടുക്കാനും നമ്മൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. അതാണ് നമ്മുടെ ധർമ്മസമരം എന്ന് പറയുന്നത്. അതാണ് നമുക്ക് നിർവഹിക്കാനുള്ള ജിഹാദ് എന്നൊക്കെ പറയുന്നത്. യൂറോപ്പിൽ നിന്നൊക്കെ യൂറോപ്യന്മാർ കുപ്പത്തൊട്ടിലിട്ട കുറേ സംഗതി അവിടുന്ന് വാരിയിട്ടിപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ നടത്തുന്നത്. സിലബസുകളിലേക്ക്, കരിക്കുലത്തിലേക്ക് കയറിക്കൊണ്ടുവന്ന് അത് പുസ്തകങ്ങളിലേക്ക് എത്തിയത്. ഒരാൾ ജനിച്ച് അയാൾ ആണിൻ്റെയും പെണ്ണിൻ്റെയും കൃത്യമായ ശരീരത്തോടു കൂടെ ജനിച്ചാലും അവന് പിന്നീട് ഞാനൊരു ആണിന് തോന്നാണ് പെണ്ണാണ് എന്നുള്ളത്. അപ്പൊ പിന്നെ പറയണ ഞാൻ പെണ്ണാണ്, അപ്പൊ പിന്നെ പെണ്ണായി അംഗീകരിക്കണം. ആ കോലത്തിലാ പോക്ക്. തിരിച്ച് പെണ്ണിനും തോന്നുകയാണ് ആണാണ് എന്ന്. അപ്പോൾ അവൻ പറയാണ്, പ്രഖ്യാപിക്കുകയാണ് അവന്റെ ജെൻഡർ, ഞാനൊരാണാണ്, അപ്പൊ ആണായിട്ട് അംഗീകരിക്കണം. ഈ രൂപത്തിൽ എല്ലാവിധ ലൈംഗിക അരാജകത്വങ്ങളും തെമ്മാടിത്തങ്ങളും സ്വതന്ത്ര ബോധം എന്ന പേരിൽ, സ്വതന്ത്രവാദം എന്ന പേരിൽ എല്ലാവിധ അശ്ലീലതകൾക്കും പച്ചക്കൊടി കാണിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ട് സഹോദരന്മാരെ ഒരുപാട് ഉത്തരവാദിത്തം. നമ്മുടെ വിഷയത്തിൽ, നമ്മുടെ മക്കളുടെ വിഷയത്തിൽ, സമൂഹത്തിന്റെ കാര്യത്തിൽ അതൊക്കെ ഒരു വശത്ത് ഇങ്ങനെ നടന്നുപോയി സ്വന്തം വീട്ടിലെത്തൂല എന്ന് വിചാരിച്ച് നമ്മൾ ആരും ഇരിക്കണ്ട. ഒരു സുപ്രഭാതത്തിൽ അവരായിരിക്കും എഴുന്നേറ്റ് പറയുന്നത്. ഇതാ ഒരാൺകുട്ടി പറയാണ്, എനിക്ക് ഇന്ന ബോയിനെ, ഇന്ന വ്യക്തിയെ, ചെങ്ങായിന് ഇഷ്ടമാണെന്ന് പറയാം, ഒരേ ലിംഗത്തിൽപ്പെട്ടവരെ. അതുണ്ടായില്ലേ? കൊണ്ടോട്ടിയിൽ ഉണ്ടായില്ലേ? അടുത്ത മറ്റു പ്രദേശങ്ങളിലൊക്കെ വന്നില്ലേ? അത് മുസ്ലിം ഉമ്മത്തിൽ നിന്നായപ്പോൾ പലരും അത് ആഘോഷിച്ചില്ലേ? അതെന്തേ നമ്മുടെ കുടുംബത്തിലേക്ക് വരികയില്ല എന്ന നിർഭയത്വം നമുക്കുണ്ടായത്? അതിന്റെ അപകടം മനസ്സിലാക്കിയിട്ടില്ല. എല്ലാ നിലക്കും തിന്മകൾ പാടില്ല പാടില്ല എന്ന് ഒരു വശത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും മറുവശത്ത് അതിന് ഒത്ത ഒരു നിലം, സാഹചര്യം അത് ഒരുക്കി വെക്കുകയും ചെയ്യുന്നതായ ഒരു പ്രവണത നമ്മുടെ നാട്ടുകളിലും പല സ്ഥലങ്ങളിൽ കണ്ടുവരികയാണ്. അതുകൊണ്ട് എന്താണോ പ്രശ്നം അവിടെയാണ് പരിഹരിക്കേണ്ടത്. എവിടെയാണോ മുറിവ് അവിടെ കൊണ്ടാണ് മരുന്നാക്കേണ്ടത്. മനസ്സിലായില്ലേ? അതല്ല നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ന വ്യക്തികൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. ലഹരി എന്ന മാരക വിഷത്തിനെതിരെ നമുക്ക് ധർമ്മസമരമുണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ. അത് വ്യാപകമാണ്. അത് പലയിടത്തും പല രൂപങ്ങളിലാണ്. പണ്ടൊക്കെ ഒരു ലഹരി ഉപയോഗിച്ചാൽ സദസ്സിരുന്നാൽ കാണാൻ പറ്റും, അറിയാൻ പറ്റുമോ, അങ്ങനെ കുഴഞ്ഞിട്ടോ ആടിയിട്ടോ സംസാരത്തിൽ ഇങ്ങനെ പരസ്പരം വൈരുദ്ധ്യമായിട്ടോ വലുതും പറഞ്ഞെന്ന് വരും. പക്ഷെ ഇന്ന് സ്റ്റിക്കറായിട്ട് സിന്തറ്റിക് പല രൂപത്തിൽ രാസ വസ്തുക്കളുടെ രൂപത്തിലൊക്കെ അത് ഉപയോഗിക്കുകയാണ്, സിറിഞ്ച് ചെയ്യുകയാണ്. അത് ഉപയോഗിക്കുന്നതിന് ചിലപ്പോൾ അതിന്റെ ആദ്യഘട്ടത്തിൽ ലഹരിക്കൊക്കെ 4 ഘട്ടം ഉണ്ട് എന്നാ പറയുന്നത്. 4 ഘട്ടം. ആദ്യത്തെ ഘട്ടം ഭയങ്കര ധൈര്യമായിരിക്കും, ശരിയല്ലേ? അതാണ് കൂട്ടുകാർ അത് പറഞ്ഞിട്ടാണ് ആദ്യം മുതലെടുക്കുക. ഇതൊന്നും ഉപയോഗിച്ച് നോക്കിയാ എന്താ പറയാ, നല്ല ധൈര്യം കിട്ടും, എക്സാമിന് നല്ല ഓർമ്മശക്തി കിട്ടും, കാര്യങ്ങളിലേക്കൊക്കെ ഒരു ധൈര്യം കിട്ടും, ഇതൊക്കെ പറഞ്ഞാൽ ആദ്യം കൊടുക്കുക. അപ്പൊ ആദ്യം അതിന് വല്ലാത്തൊരു പ്ലഷറായിരിക്കും. അതിന്റെ രണ്ടാമത്തെ ഘട്ടം സംശയരോഗമാണ്. ആരെന്ത് എവിടെ സംസാരിക്കണം കണ്ടാലും പിന്നെ ഇതിനെ കുറിച്ചാണോ, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അങ്ങനെ ഇത് സംശയരോഗത്തേക്ക് എത്തും. അതുപയോഗിച്ച് അതിന്റെ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അക്രമാസക്തമാകും. വീട്ടിലുള്ളതൊക്കെ തല്ലിപ്പൊളിക്കും. വാപ്പയെന്നോ ഉമ്മയെന്നോ സഹോദരനെന്നോ സഹോദരിയെന്നോ വ്യത്യാസം ഉണ്ടാവില്ല. അതാണ് പലതും നമ്മൾ കേൾക്കുന്നതെന്ന് ഇത്തരം വാർത്തകൾ ഒരുപാട് ഇവിടെ പറഞ്ഞല്ലോ. അതിൽ പലതും വില്ലൻ ലഹരി തന്നെയാണ്. അതിന്റെ 4ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നിരാശയാണ്. പിന്നെയാണ് ആത്മഹത്യയിലേക്ക് പോവാം. ഇതാണ് ഈ ട്രാക്ക് കണ്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ അറ്റം ഇതാണ് ആത്മഹത്യ, മരണം, ജീവിതത്തിലോടുള്ള അങ്ങേയറ്റത്തെ പ്രതീക്ഷകൾ അസ്തമിക്കൽ, ആ രൂപത്തിൽ നിരാശയിൽ ആണ്ടുപോകൽ, ഇതുണ്ടാകുക. അതുകൊണ്ട് അതിൽ കയറിപ്പോയാൽ കഴിഞ്ഞു കഥ. അതുകൊണ്ട് തന്നെ അതിനെതിരെ ശക്തമായ രീതിയിലുള്ള ബോധവൽക്കരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമികമായ ഉത്തരവാദിത്തങ്ങൾ നമ്മളെല്ലാവരും നിർവഹിക്കേണ്ടതുണ്ട്. അത് മാറ്റാൻ പറ്റും. അതൊക്കെ ശരിയല്ലേ? എന്തായിരുന്നു 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്തായിരുന്നു? ഒരു പുഴയിൽ മദ്യം ഒഴിച്ചിട്ട് ഏതൊരു പാത്രത്തിൽ ഒരുത്തൻ ചത്തു കിടന്നാൽ നീ എന്ത് ഭാഗ്യവാനാണ്, ഞങ്ങൾക്കൊക്കെ കുടിക്കാനേ പറ്റണുള്ളൂ, നീ മരിച്ചു കിടക്കുകയാണോ അതിൽ എന്ന് പറഞ്ഞ് അവര് സങ്കടം പറയുമായിരുന്നു. ഞാൻ മരണപ്പെട്ടാൽ എന്നെ മറമാടേണ്ടത് ഒരു മുന്തിരിവള്ളി തഴച്ചു വളരുന്ന ഒരിടത്താണ് എന്നവർ പറയുന്നത്. കാരണം മരിച്ചാലും എൻ്റെ എല്ലുകളിലേക്ക് ആ മുന്തിരിവള്ളിയുടെ വേരുകൾ ഇറങ്ങി അതിൻ്റെ മത്ത് പിടിക്കാമല്ലോ എന്ന് പറഞ്ഞൊരു കാലഘട്ടം.
ആ കാലഘട്ടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിക്ക് ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കാനായില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇൻതഹൈന, ഞങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് മദീന തെരുവുകളിലേക്ക് അവരവരുടെ മദ്യത്തിന്റെ ചഷകങ്ങൾ പൊട്ടിച്ചെറിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സാധിക്കും. അതെന്തിനേ സാധിക്കുള്ളൂ? മാറേണ്ടത് മനസ്സാണ്. മനസ്സിനാണ് ചികിത്സ കൊടുക്കേണ്ടത്. അതാണ് ഇസ്ലാം കൊടുക്കുന്നത്. ആ മാർഗദർശനം കിട്ടേണ്ടത് സ്രഷ്ടാവിൽ നിന്നാണ്. നമ്മളെയും നമ്മുടെ മക്കളെയും ലോകത്തുള്ള സർവ്വ ചരാചരങ്ങളെയും ഈ ലോകത്ത് സംവിധാനിച്ച, പടച്ച, അതിന് കൃത്യമായ വ്യവസ്ഥകൾ നിശ്ചയിച്ച അള്ളാഹ്ക്കറിയാം ഒരാൾ നന്നാകാൻ എന്ത് കൊടുക്കണം, ഒരാൾ നന്നാകുന്നത് എന്തുകൊണ്ടാണ്. അതാണ് കൃത്യമായ മാർഗദർശനം. വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും കൃത്യമായ ദിശാബോധം അത് നമുക്ക് കിട്ടിയാൽ, നമുക്ക് മക്കൾക്ക് കിട്ടിയാൽ മാറും. ഏത് കരിങ്കല്ലും അതിൽ നിന്ന് ഉറവകൾ ഒഴുകും. മനസ്സിലായില്ലേ? അതാണ് ഇസ്ലാം. അതിലൊക്കെ നമുക്ക് ജിഹാദ് ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ആത്മഹത്യകൾക്കെതിരെ, പെരുകി വരുന്ന ആത്മഹത്യകൾക്കെതിരെ നമ്മൾ ജിഹാദ്, നമുക്ക് ധർമ്മസമരമുണ്ട്. മനസ്സിലല്ലേ? കുട്ടികൾ പെട്ടെന്ന് നിരാശയിലേക്ക് പോവുകയാണ്. എന്തിലെങ്കിലും ചെറുതിൽ തോറ്റാൽ, 10A+ കിട്ടിയത് ഒരു 9 ആയാൽ അപ്പം കയറ് തെരഞ്ഞ് നടക്കുകയാണ് മക്കൾ. ശരിയല്ല? ആ കോലത്തേക്കാണ് പോക്ക്. ശരിയല്ല? അവിടെയൊക്കെ എന്താണ് ജീവിതമെന്ന് നമുക്കൊരു പഠിപ്പിച്ചു കൊടുക്കണം. എന്തിന് നന്മ ചെയ്യുന്നു, എന്തൊക്കെയാണ് നന്മകൾ, എന്തുകൊണ്ട് തിന്മ ചെയ്തുകൂടാ, എന്തൊക്കെയാണ് തിന്മകൾ, ഇത് നമ്മൾ നമ്മുടെ മക്കൾക്ക് കൃത്യമായി അതിന്റെ സമയത്തും സന്ദർഭത്തിലും പറഞ്ഞു കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, നിങ്ങൾ 7 വയസ്സായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ സമയത്തോളം എന്ത് ചെയ്യണം? അവന് നിരന്തരം 7 വയസ്സായാലും ഉപദേശിച്ചുകൊണ്ടേയിരിക്കണം. 10 വയസ്സായിട്ടില്ലെങ്കിൽ അവനെന്ത് ചെയ്യണം? അദബെന്ന രീതിയിൽ തഅദീബിന്റെ അടി അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഓരോ പ്രായത്തിനും ഇസ്ലാം നൽകുന്നുണ്ട് അവന്റെ മാർഗദർശനം. ശരിയല്ലേ? എങ്ങനെ അവരവരെ വൈക്ക് പോയിക്കോളും, മദ്രസയ്ക്ക് വിടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്നുണ്ടല്ലോ, വെള്ളിയാഴ്ച കുത്തുബക്ക് ഉണ്ടല്ലോ. ഇതൊന്നുമല്ല. നമ്മളെ രക്ഷിതാവാണ്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതി. എല്ലാവരും ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആളാണ്. ഒരു വീട്ടിലെ ഗൃഹനാഥന് ഉത്തരവാദിത്തമുണ്ട്. മക്കളുടെ കാര്യത്തിൽ, ഭാര്യയുടെ കാര്യത്തിൽ, ഭാര്യക്കുണ്ട് ഭർത്താവിന്റെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ, വീട്ടിലെ കാര്യങ്ങളിൽ ഒക്കെ ഉത്തരവാദിത്തമുണ്ട്. അള്ളാഹ് ചോദിക്കും എല്ലാത്തിനെ കുറിച്ചും. അവിടെ കൃത്യമായി മറുപടി പറയുകയാണെങ്കിൽ അതിൽ നന്നായി ക്ഷമിച്ചും അല്ലാഹുവിന്റെ ദീന് പഠിച്ചും നമ്മൾ നടപ്പിലാക്കണം. അതിലൊക്കെ നമുക്ക് ധർമ്മസമരമുണ്ട്. ശരിയല്ലേ? അത് എല്ലാവർക്കും ഉള്ളതാണ്. ഒരു മാനിങ്ങനെ ഓടുന്നു, നല്ല ഓട്ടം, പിന്നാലെ ഒരു ചീറ്റപ്പുലിയുണ്ട്. ചീറ്റപ്പുലിയെ കിട്ടിയില്ല, തോറ്റുപോയി ഓട്ടത്തിൽ എന്ന് വിചാരിച്ചൊരു ചീറ്റപ്പുലി തൂങ്ങിച്ചാകാറുണ്ടോ? ആത്മഹത്യ ചെയ്യാറുണ്ടോ? ഇല്ല. അടുത്തേനെ നോക്കും. തന്നെ ജീവിതം എന്ന് പറഞ്ഞാൽ പല തോൽവികളുണ്ടാവും, പരാജയങ്ങളുണ്ടാവും, കച്ചവടം തകർന്നു പോവും, പല വിഷമതകളും ഉണ്ടാവും. അതാണ് ജീവിതം. അതാണ് ഇസ്ലാം പഠിപ്പിച്ചതും. മറിച്ച് അവിടെയൊക്കെ ആ സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ മനസ്സിന് ആശ്വാസം നൽകുന്ന ഇസ്ലാമിക വചനങ്ങളുണ്ട്, ഹദീസുകളിൽ വന്ന വാക്കുകളുണ്ട്. അത് കൃത്യമായി പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിതത്തിൽ ഒരു സ്ഥലത്തും അവന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിൽക്കൂല, തളരൂല, ജീവിതം അവസാനിപ്പിക്കണമെന്ന ചിന്ത ഉണ്ടാവൂല. അതുകൊണ്ട് നമുക്ക് വിജയം വേണ്ടത് ആഖിറത്തിലാണ്. ഇവിടെ ചിലപ്പോൾ പലതും തോറ്റ് ജയിച്ച് എന്നൊക്കെ വരും. പക്ഷെ വിജയം വേണ്ടത് ആഖിറമാണ്. അവിടെ പരാജയപ്പെട്ടാൽ അത് ഖുസ്റാനുൻ മുബീൻ, അത് വമ്പിച്ച പരാജയമായിരിക്കും. അതുകൊണ്ട് അവിടെ ജയിക്കണമെങ്കിൽ ഇവിടെയുള്ള ജയപരാജയങ്ങളെ കുറിച്ച് കൃത്യമായി നമുക്ക് ബോധ്യമുണ്ടാകണം. ഇവിടെ എന്ത് പ്രയാസമുണ്ടായാലും അതിലൊക്കെ ധർമ്മസമരത്തോടുകൂടെ അതിനെ കൃത്യമായി മനസ്സിലാക്കി അതിൽ നിലയുറപ്പിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാണണം. അവസാനിപ്പിക്കുകയാണ്. ധർമ്മസമരം എന്നുള്ളത് നമ്മുടെ ഈ ദീനി ദഅവത്തിന്റെ വിഷയത്തിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിലും വേണം. ശരിയല്ലേ? മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുഖേന ഇസ്ലാമിലേക്ക് വന്നവരിൽ 5 ആളുകൾ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരാണ്. അദ്ദേഹം കാരണം ഇസ്ലാമിലേക്ക് വന്നവര്, ആ സ്വഹാബികളിൽ. അവര് ചെയ്യുന്ന നന്മകളുടെ ഒരു കൂലി അദ്ദേഹത്തിന് കിട്ടൂലേ? എന്താ സംശയം? മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ആരെങ്കിലും വേറെ ആൾക്കൊരു നന്മ അറിയിച്ചു കൊടുത്താൽ, അതനുസരിച്ച് അയാൾ പ്രവർത്തിച്ചാൽ അയാൾക്ക് ആ പ്രതിഫലം കിട്ടുന്നതോടൊപ്പം തന്നെ അത് അറിയിച്ചു കൊടുത്ത ആൾക്കും അതിന്റെ ഒരു പ്രതിഫലം മടങ്ങുമെന്നാണ്. എന്തിനാ സഹോദരന്മാരെ നമ്മൾ ആ അവസരം നഷ്ടപ്പെടുത്തുന്നത്? നമ്മുടെ ദഅവത്തിൽ ഭാഗവാക്കാകണോ? ആണോ? മറ്റുള്ളവരിലേക്ക് ഈ കാര്യം എത്തിക്കാൻ നമ്മൾ പരിശ്രമിക്കാറുണ്ടോ? ഒരാൾ നന്നായി കിട്ടിയെങ്കിൽ എന്നുള്ള അതിയായ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടോ? നമ്മൾ അറിഞ്ഞൊരു നന്മ വേറുള്ളവരും ചെയ്ത് അവരും കൂടെ നന്നായാൽ എന്ന് വിചാരിക്കുന്നവരുണ്ടോ നമ്മളിൽ? അങ്ങനെ വിചാരിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും വേണം നമ്മൾ. എന്നാൽ അവരുടെ വഴിക്ക് മറ്റുള്ളവർ ആരൊക്കെ അതിന്റെ ഭാഗവാക്കായോ അതിന്റെ ഒക്കെ പ്രതിഫലം നമുക്ക് ഒട്ടും നഷ്ടമാകാതെ, അവർക്കൊട്ടും നഷ്ടമാകാതെ നമുക്കത് കിട്ടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അവസാനമായി പറയാനുള്ളത്, സുന്നത്തിൽ നിലയുറപ്പിച്ച് നിൽക്കുന്നതിൽ ധർമ്മസമരം വേണം. സുന്നത്തിനെ കളിയാക്കുകയും അതിനെ കൊച്ചാക്കുകയും ബുദ്ധിയുടെ പേര് പറഞ്ഞ് അതിനെ സൈഡാക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്.
അതുകൊണ്ട് ആ ചര്യ മുറുകെ പിടിക്കുന്നതിൽ കുറച്ച് ജിഹാദ് വേണ്ടി വരും. ചില നിങ്ങൾക്ക് നോക്കൂ, നിങ്ങൾ മഹാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ വെച്ചിട്ട് സ്വഹാബികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അന്ന് മദീന പള്ളി എങ്ങനെയാ? ഓലമേഞ്ഞ് ഈത്തപ്പനയുടെ ഓലയെടുത്ത് അത് മെടഞ്ഞ് അതിന് മുകളിലൂടെ മണ്ണ് പാകി, അതുപോലെ തന്നെ നിലഭാഗം അവിടെ ചിരൽക്കല്ലുകളും മണലുമൊക്കെ വിതറിയിട്ടാണ് അന്നത്തെ പള്ളിയുള്ളത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്ത്യതാണ് അടുക്കുമ്പോ ദജ്ജാൽ വരും, ഉഹുദ് പർവ്വതത്തിന്റെ മുകളിൽ കയറി നിൽക്കും. എന്നിട്ട് എന്റെ ഈ പള്ളിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, ആരുടേതാണ് ഈ വെള്ളമിനാരം? ആരുടേതാണ് ഈ വെള്ളമിനാരം? ഇന്ന് വെള്ളമിനാരം ഉണ്ടോ? ഇല്ല. സ്വാബി ആരെങ്കിലും ഒരാൾ നീച്ചിന്നിട്ട് വെള്ളമിനാരോ എന്ന് ചോദിച്ചോ? ഇല്ല. അവര് വിശ്വസിച്ചു. പിന്നീട് ഇന്ന് ഉഹുദ് മലന്റെ മേലെ കയറി നോക്കിയാൽ എന്താ കാണാ? വെള്ളമിനാരം കാണണം. ആന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ ദമസ്കസിലെ മറ്റൊരു വെള്ളമിനാരത്തിന്റെ അടുത്തുകൂടെ ആയിരിക്കും കടന്നു വരിക എന്നാണ്. നേരത്തെ വെള്ളക്കൊട്ടാരാണ്, വെള്ളമിനാരം എന്നാണ് പറഞ്ഞത്. വെള്ളക്കൊട്ടാരം ആരുടേതാണ് എന്നാണ് ചോദിക്കുക. ഇവിടെ വെള്ളമിനാരത്തിന്റെ അരികിലൂടെയാണ് അദ്ദേഹം ഇറങ്ങുക എന്നുള്ളതാണ്. അന്ന് അങ്ങനെ ഒന്നുമില്ല. പക്ഷെ പിന്നീട് ഇന്ന് അവിടെ പോയാൽ അത് കാണാൻ പറ്റും. ഷെയ്ഖുൽ ഇസ്ലാം റഹ്മത്തുള്ളാഹി അത് ഏതാന്നൊക്കെ വിശദീകരിക്കുന്നത് കാണാൻ പറ്റും. പക്ഷെ അന്ന് അവർ നിഷേധിച്ചില്ല. ബുദ്ധി ഉപയോഗിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സമിഅനാ വഅതഅനാ, ഞങ്ങളത് കേട്ടു വിശ്വസിച്ചു. ഇതായിരുന്നു അവരുടെ മറുപടി. മനസ്സിലായില്ലേ? ഈ താടി 7 ആകാശങ്ങൾക്കപ്പുറം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ വഹയിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് ചെയ്യുന്നത്. അതിലൊരു അപകർഷതാബോധം വേണ്ടതില്ല. നിങ്ങൾ താടി നീട്ടി വളർത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ചര്യ എന്ന രീതിയിൽ നമുക്കത് തൃപ്തിയോടുകൂടെ സ്വീകരിക്കാനാകണം. അതിലൊക്കെ കുറച്ച് ധർമ്മസംഭരം വേണം സഹോദരന്മാരെ, എന്നാലത് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ ആളുകളെ നോക്കി എന്നാൽ നമുക്ക് നന്മ ചെയ്യാൻ കഴിയില്ല. പലരും എതിർക്കും, കളിയാക്കും, താടി എന്നൊക്കെ പറഞ്ഞിട്ട് അതും പറയും, ഒന്ന് സ്റ്റൈലാക്കിക്കോ എന്ന് പറയും. അതേ ആളുകൾ വല്ല പുതിയ സിനിമ ഇറങ്ങി താടി വെച്ചാൽ നല്ല ലൈക്ക് ഇട്ടരും ചെയ്യും. അത്ര ഉള്ളവർക്ക്. ആ പ്രവാചകനാണ് നമ്മോട് നെരിയാണിക്ക് മുകളിൽ വസ്ത്രമെടുക്കണമെന്ന് പറഞ്ഞത്. അതിന് താഴെയുള്ളത് അഹങ്കാരത്തോടുകൂടെ ആണെങ്കിലും അല്ലെങ്കിലും നരകത്തിലെന്നാണ് പഠിപ്പിച്ചത്. അപ്പൊ ആ കോലത്തിൽ കാണണം. അത് അതേപോലെ നടപ്പിൽ വരുത്താൻ ശ്രമിക്കണം. വസ്ത്രം ധരിക്കേണ്ട രൂപം സ്ത്രീകൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അതുപോലെ കൊണ്ടു നടക്കണമെങ്കിൽ കുറച്ച് ധർമ്മസമരയിൽ വേണ്ടിയിരുന്നു. അതൊക്കെയാണ് പോരാട്ടം എന്ന് പറഞ്ഞോട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇസ്ലാം ഒരു സായുധ സമരം മാത്രമല്ല പഠിപ്പിച്ചത്. അവസരങ്ങളിൽ അതിനെ ഏൽപ്പിക്കപ്പെട്ട വലിയുകൾ, അതിൽ ആ രൂപത്തിലുള്ള എതിർപ്പുകൾ, അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിനിറങ്ങേണ്ട ഘട്ടമൊക്കെ ഇസ്ലാമിക രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. പക്ഷെ അതിനപ്പുറം നിത്യേന എന്നും നമുക്ക് ചെയ്യാനുള്ള ചില ധർമ്മസമരത്തിന്റെ ഭാഗമാണ്, ജിഹാദിന്റെ ഭാഗമായ ചിലതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മക്കളെ വളർത്തുന്നതിൽ അത് വേണം. അവരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ കുറച്ച് പ്രയാസം ഉണ്ടാവും. പെട്ടെന്ന് സ്വിച്ചിട്ടാ ശരിയാണെന്നല്ലതൊന്നും. ഘട്ടം ഘട്ടമാക്കി അവരെ മാറ്റി കൊണ്ടുവരുന്നേ വേണം. അത് ഉത്തരവാദിത്തമാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നല്ല പോലെ പോകണമെങ്കിൽ കുറച്ച് ധർമ്മസമരം വേണം. ഉണ്ടോ? ഇതെല്ലായിടത്തും ആപ്റ്റായ ഒരു കാര്യമാണ്, എല്ലായിടത്തും ചെയ്യേണ്ട ഒന്നാണ്. അതൊക്കെ ക്ലിയറാക്കി കൃത്യമാക്കി നമ്മൾ കൊണ്ടു നടന്നാൽ മക്കളുടെ വിഷയത്തിൽ നമുക്ക് സന്തോഷിക്കാം. ഭാര്യക്ക് ഭർത്താവിൻ്റെയും ഭർത്താവ് ഭാര്യയുടെ വിഷയത്തിലും സന്തോഷിക്കാം. സമൂഹത്തിന്റെ സുന്ദരമായ മുന്നോട്ട് പോക്ക് കണ്ടിട്ട് നമുക്ക് നിർഭയത്വത്തോടുകൂടെ കഴിയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് നന്മകൾ നമ്മൾ കേൾക്കുന്നുണ്ട് നിത്യേന എന്നോണം. അതെല്ലാം പരമാവധി നമ്മുടെ ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ, അതെല്ലാം പ്രവർത്തിക്കാൻ ഉള്ളൊരു തൗഫീഖും തിന്മകളൊക്കെ പൂർണ്ണമായി ജീവിതത്തിൽ നിന്ന് വെടിയാനുമുള്ള തൗഫീഖും അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ ഇവിടെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ 11 ആ പ്രോഗ്രാം ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലം എന്ന പേരിൽ ആ പ്രമേയത്തിലിട്ടുള്ള ആ പ്രോഗ്രാം ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ അവസ്ഥ, ഫാമിലിയുടെ അവസ്ഥയൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി, അപ്പം മനസ്സിലാവും. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ഏരിയകൾ കൈകാര്യം ചെയ്യുന്ന ഒറ്റ ദിവസത്തെ പ്രോഗ്രാമാണ്. പക്ഷെ അതിന്റെ മുന്നോടിയായിട്ട് 6 മുതൽ 9 വരെയൊക്കെ ഇവിടെ സൊല്യൂഷൻ എന്ന പേരിലൊക്കെ എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുടുംബത്തിലുള്ളവരൊക്കെ ഇന്ന് വിളിച്ചറിയിച്ച് അതിലേക്ക് എത്തിക്കാനുള്ളൊരു മാർഗം കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വലിയ ഹൈറാണ്. സ്റ്റുഡൻസ് വലിയൊരു ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് പറഞ്ഞല്ലോ, മണ്ഡലം മാത്രമല്ല ശാഖാതലങ്ങളിൽ ആ പ്രോഗ്രാം നടക്കുന്നത്. ശാഖയിലുള്ള കുട്ടികൾ പോയിട്ട് ഒരു ജീപ്പ് പിടിച്ച് അതിൽ ബോക്സും ഫിറ്റ് ചെയ്ത് അതിൽ വേണ്ട ഒരു ദായിനെ, ഒരു പ്രബോധകനെ അല്ലെങ്കിൽ പ്രാസംഗികനെ കൊണ്ടുവന്ന് അവരെ നാട്ട് ശാഖയെ കൂടെ ഇങ്ങനെ കൊണ്ടുനടന്ന് പ്രസംഗിപ്പിക്കുക. അവര് ലഘുലേയും കൊണ്ട് വീട്ടുകളിൽ ഇങ്ങനെ കൊടുക്കുക, ചെക്കന്മാരെ വിളിക്കുക. ഇതൊക്കെ പരിപാടി അവിടെ നടന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് വലിയൊരു ഉത്തരവാദിത്ത ദൗത്യമാണ് അവിടെയൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് അവരെ സഹായിക്കാൻ പറ്റുക അത് നമ്മൾ സഹായിക്കുക. അതോടൊപ്പം തന്നെ
അവരിലേക്ക് ആ ഒരു പ്രോഗ്രാമിലേക്ക്, സമ്മേളനത്തിലേക്ക് മക്കൾ എത്തിക്കാൻ പറ്റുന്ന രൂപം എങ്ങനെയൊക്കെയാണ്? നമ്മുടെ കുടുംബത്തിലുണ്ടാവും, മക്കളുണ്ടാവും, വേണ്ടപ്പെട്ടവരുണ്ടാവും. എല്ലാവർക്കും ഈ ദീനീ സന്ദേശം സമയത്ത് കിട്ടേണ്ടതാണ്. അവരിലേക്ക് മാറ്റങ്ങൾ കാണേണ്ടതാണ്. അതുകൊണ്ട് ആ നിലക്കൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മുടെ മക്കളെ, ഭാര്യ ഭർത്താക്കന്മാരെ, കുടുംബക്കാരെ എല്ലാവരെയും സ്വർഗത്തിലെ ഉന്നതമായ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വളരെ കുറഞ്ഞൊരു സമയം ഇവിടെ ഇരുന്നതിനെ വലിയൊരു സൽക്കർമ്മമാക്കി അള്ളാഹു നാളെ പരലോകത്ത് കാണിച്ചു തരുമാറാകട്ടെ. ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വൽ ജമീഇൽ മുഅ്മിനീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജീവിതത്തിൻ്റെ മുച്ചൂടും ധർമ്മസമരവുമായി ബന്ധപ്പെട്ടു കിടക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഷേഖ് വസീം അൽ ഹിക്മി നമ്മോട് ഉത്ബോധനം നടത്തിയത്. പ്രഥമ പ്രാധാന്യമായി ഷിർക്കിനെതിരെയുള്ള ധർമ്മസമരം, LGBT പോലെ പിഴച്ച വാദങ്ങളോടുള്ള ധർമ്മസമരം, യുവതയെ മുഴുവൻ ഷണ്ഡീകരിച്ച് കിടത്തുന്ന ലഹരി പദാർത്ഥങ്ങൾക്കെതിരെയുള്ള ധർമ്മസമരം, അവസാനമായി അണപ്പല്ലുകൊണ്ട് നാം കടിച്ചു പിടിക്കേണ്ട സുന്നത്തുകൾ, താടിയിൽ തുടങ്ങി വസ്ത്രത്തിൻ്റെ നിര്യാണി വരെയുള്ള സുന്നത്തുകൾ നാം പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം. ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. സമയം ഏറെ അതിക്രമിച്ചിരിക്കുന്നു. വളരെ ചിന്തോദ്ദീപകമായ 2 പ്രഭാഷണങ്ങൾ, 2 ആശംസകൾ നാം ശ്രമിച്ചു കഴിഞ്ഞു. സ്വജീവിതത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലും മക്കളിലും ഒക്കെ നന്മകൾ പകർന്നു നൽകി അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അടുത്തതായി നന്ദിയാണ്. നന്ദി പ്രകാശിപ്പിക്കുവാൻ വേണ്ടി ഓർഗനൈസിംഗ് സെക്രട്ടറി ബിനു ഇസ്മായിലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇവിടെ അധ്യക്ഷൻ പ്രസംഗൻ നമ്മുടെ എല്ലാ പ്രോഗ്രാമിൻ്റെ സ്വാഗതം മുതൽ അവസാനം വരെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും സത്തായിട്ട് നമുക്ക് അവതരിപ്പിച്ചു തന്നു. അൽഹംദുലില്ലാ, നമ്മൾ ഈ വിഷയങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചത് നമ്മളെ കുട്ടികളെ കൂട്ടി വന്നു കഴിഞ്ഞാൽ അവരെ ഒന്ന് ഉത്ബോധിപ്പിക്കാമെന്നായിരുന്നു വിചാരിച്ചു വന്നത്. എന്നാൽ നമ്മുടെ ആശംസ അറിയിച്ച മദ്രസ പ്രിൻസിപ്പാൾ മുതൽ നമ്മുടെ യൂത്ത് ഇന്ത്യയുടെ പ്രതിനിധി അടക്കം നമ്മുടെ പ്രാസംഗികമാരടക്കം നമ്മളെ ഉത്ബോധിപ്പിച്ചത് നമ്മളാണ് മാറേണ്ടത് എന്നാണ്. അതിനുശേഷമാണ് നാം നമ്മുടെ മക്കളുടെ നേരെ തിരിയേണ്ടത് എന്നുള്ളതാണ്. നമ്മളെ മക്കൾക്ക് വളരാനുള്ള സാഹചര്യം നാം നമ്മുടെ വീടുകളിൽ ഒരുക്കുക എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞ ആകത്തുക. ഇൻഷാ അല്ലാഹ് അതിനായി നാം എല്ലാവരും പ്രയത്നിക്കുക, പ്രാവർത്തികമാക്കുക. അതുപോലെ തന്നെ എല്ലാവരും ഉത്ബോധിപ്പിച്ച പോലെ നടക്കുന്ന എല്ലാ വിജ്ഞാനപ്രദമായ സദസ്സുകളിലും നമ്മുടെ സാന്നിധ്യം നാം ഉറപ്പുവരുത്തുക. നമ്മുടെ നാടിനെ അപേക്ഷിച്ച് വളരെ എളുപ്പത്തിൽ ഇൽമിയായ സദസ്സുകളിലേക്ക് പങ്കെടുക്കാനും എന്നാൽ അവിടെയുള്ള അത്ര ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ ചെയ്തു പോകാനും നമ്മളെ കുട്ടികളെ നമ്മുടെ ചൊൽപ്പടിയിൽ അവരെ സംരക്ഷിച്ചു കൊണ്ട് മുന്നോട്ട് പോകാനുമുള്ളൊരു സാഹചര്യം, വളരെ ഭംഗിയുള്ളൊരു സാഹചര്യമാണ് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഈ ഒരു കൊച്ചു പ്രദേശത്തുള്ളത്. അതുകൊണ്ട് ഈ ഒരു കൂട്ടായ്മയുടെ കീഴിൽ പലവിധ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം അറിയുന്ന മുറക്ക് നിങ്ങൾ അതിലേക്ക് സഹകരിക്കുക, അതിൽ പങ്കെടുക്കുക. നമ്മുടെ അധ്യക്ഷൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ ബഹ്റൈൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് 3ഓളം മദ്രസകൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതിലേക്ക് നിങ്ങളെ മക്കളെ ചേർക്കുകയും അവർക്ക് അവിടെ നിന്ന് അവർ സ്വായത്തമാക്കുന്ന അറിവുകൾ അവർക്ക് പ്രാവർത്തികമാക്കാനുള്ള സാഹചര്യം നമ്മുടെ വീടുകളിലും നമ്മുടെ ചുറ്റുപാടുകളിലും നാം അവർക്ക് ഒരുക്കി കൊടുക്കുക എന്നാണ് എനിക്ക് നിങ്ങളെ ഉണർത്താനുള്ളത്. ഇവിടെ എൻ്റെ കർത്തവ്യം നന്ദി പറയുക എന്നുള്ളതാണ്. അതിന് മുന്നോടിയായിട്ട് 2 കാര്യങ്ങൾ പറയട്ടെ. ഒന്ന്, ഇൻഷാ അല്ലാഹ് ഈ ഒരു കൂട്ടായ്മയുടെ കീഴിൽ മെയ് 1 ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സൽമാനിയ ബ്ലഡ് ബാങ്കുമായിട്ട് സഹകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. എല്ലാ വർഷവും നടക്കുന്നതാണ്. അതിലേക്ക് മുഴുവൻ പ്രവർത്തകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അതിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് അതൊരു വമ്പിച്ച വിജയമാക്കി മാറ്റണമെന്ന് ഞാൻ അറിയിക്കുകയാണ്. രണ്ടാമതായി ഇൻഷാ അല്ലാഹ് ഈ നന്ദി പ്രസംഗത്തിന് ശേഷം
ആണുങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഹാളിൽ നിന്ന് ഇറങ്ങി പോകേണ്ടതാണ്. കാരണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്ത്രീകൾക്ക് അവസരമൊരുക്കുന്നത്. ഇൻഷാ അല്ലാഹ്. ഇതിലെ ആദ്യമായി നന്ദി പറയുന്നത് നമ്മുടെ സ്വാഗത പ്രാസംഗികനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച ഡോക്ടർ സഅദുല്ല അൽ മുഹമ്മദി നമ്മുടെ മുഖ്യ കാര്യദർശിയും മാർഗദർശിയുമാണ്. അദ്ദേഹത്തിന് അൽമന്നായി സെൻറ്റർ മലയാളം വിഭാഗത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ആശംസ അറിയിച്ച യൂത്ത് ഇന്ത്യ വൈസ് പ്രസിഡന്റ് യൂനുസ് സലീമിന്, അതുപോലെ തന്നെ റിയാൻ സ്റ്റഡി സെൻറ്റർ പ്രിൻസിപ്പാളിനും ഹിതമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള 2 വിഷയങ്ങൾ അവതരിപ്പിച്ച് നമ്മളെ ഉത്ബോധിപ്പിച്ച നമ്മുടെ ദായിമാർ വസീം അൽ ഹിക്മിയും അതുപോലെ സയ്യിദ് മുഹമ്മദ് ഹംറാസിനും ഈ മന്നായി സെൻറ്ററിൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ ഒരു എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിപ്പെട്ട എല്ലാവർക്കും ഒറ്റ വാക്യം നന്ദി പറഞ്ഞുകൊണ്ട് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.